ഓം ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും ആയുസ്സും ആരോഗ്യവും ഈ ലോക നന്മകളും എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് രാമായണം അല്പം വായിക്കാം മക്കളെ. ആദ്യത്തെ സ്തുതിപ്പ് ശ്രീരാമ രാമ എന്നുള്ള ചൊല്ലിയിട്ട് നമുക്ക് ചൊല്ലാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണ അന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. രാമ 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 പാഹി മാം. രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതിൻ്റെ ബാക്കി വായിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സുഗ്രീവനെ സഹായിക്കാൻ ഭഗവാൻ ശ്രീരാമൻ എന്തൊക്കെയാ ചെയ്തത്? ബാലിയെ നിഗ്രഹിക്കണമെങ്കിൽ ആദ്യം ഇല്ലേ ഒരു തല, ഭയങ്കര പർവ്വതം പോലെ തലയെടുത്ത് എറിയുന്നവർക്കേ പറ്റൂ. ഭഗവാന്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് തോണ്ടി ഒരൊറ്റ എറിഞ്ഞു. അപ്പോൾ സന്തോഷമായി. വീണ്ടും വട്ടത്തിൽ 7 സാലങ്ങൾ വൃക്ഷങ്ങൾ, അതിനെ ഒരു അമ്പ ചെയ്ത് അതിനെ എല്ലാം പിളർക്കണം. അങ്ങനെ വന്നെങ്കിലേ ബാലി അത്ര ശക്തിമാനാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്ത ആൾക്ക് മാത്രമേ ബാലിയെ നിഗ്രഹിക്കാനൂ. കാരണം അതൊരു പ്രത്യേക ശക്തി, ഒരു അത്ഭുതം പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് അത് ശ്രീരാമ ഭഗവാൻ പരമാത്മാവ് ആയതുകൊണ്ടല്ല, മറ്റാർക്കും പറ്റത്തില്ല. അതുകൊണ്ട് ഇതാണ് അവിടുത്തെ കാര്യങ്ങൾ. അതും ചെയ്തു. പിന്നെ വട്ടത്തിൽ നിൽക്കും ഇവറ്റെ ഒരമ്പ ചെയ്ത് പൊട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം. ഈ വട്ടത്തിൽ നിൽക്കുന്ന സാലം വൃക്ഷങ്ങൾ വട്ടത്തിൽ നിൽക്കുക, ഒരമ്പ് കൊണ്ട് ആ 7 വൃക്ഷങ്ങളും പിളർക്കണം. അപ്പോൾ ബാലിയെ വധിക്കുക എന്നുള്ളതാണ് ഒരു മനസ്സിലിരിപ്പ്. അവർ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. സൂര്യാത്മജ ഉക്കുതികൾ ഈ ദൃശ്യം കേട്ടൊരു സൂര്യാന്വയോത്ഭൂതനായ രാമൻ, ഭഗവാൻ ശ്രീരാമൻ ഈ സൂര്യാത്മജ, അതായത് സൂര്യ ആത്മജ വെച്ചാൽ സൂര്യൻ്റെ പുത്രനായ സുഗ്രീവൻ ഈ പറഞ്ഞ വാക്ക് അർക്കകുലത്തിൽ അവതരിച്ച ഭഗവാൻ ശ്രീരാമൻ പെട്ടെന്ന് എന്തോ ചെയ്ത് ചാപം കുഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്ത് അയച്ചു. അപ്പം ഒരു സായകം ഒരമ്പ് കൊണ്ട് ഭഗവാൻ അപ്പോഴത്തന്നെ ചെയ്തു. സാലങ്ങൾ 7 പിളർന്ന് പുറപ്പെട്ടു. ശൈലവും ഭൂമിയും ഭേദിച്ച് പിന്നെയും ബാണം ജ്വലിച്ച് തിരിച്ച് വന്ന ആശു തൻ തൂണീരം അൻപോട് പുക്കൊരനന്തരം നമ്മൾ അവിടെ വരെ വായിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ തിരിച്ച് ആ അമ്പ് ഭഗവാൻ അടുക്കലേക്ക് തന്നെ വന്നു. 7 മരങ്ങളും പൊട്ടിപ്പിളർന്ന് ഭൂമിയും പിളർന്ന് പർവ്വതവും ഭേദിച്ചിങ്ങനെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സാധാരണ ഒരു മനുഷ്യനത് പറ്റത്തില്ല. ഇവിടെ മനുഷ്യർക്ക് പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ടാണ് ആ ഒരു സംഭവം ഭഗവാൻ മാത്രമേ നടക്കൂ. ഇനി നമുക്ക് വായിക്കാം. കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതിൻ്റെ ബാക്കി ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ 7 വൃക്ഷങ്ങൾ ഒരമ്പ് കൊണ്ട് ഇത് ഭേദിപ്പിച്ചു. എടുത്തു പൊക്കാൻ വയ്യാത്തൊരു
മഹിഷിയുടെ തല പോലെയുള്ള എന്തോ ഒരു അസുരൻ്റെ തലയാണ് അത് ആശ്രമമുറ്റത്ത് നിന്ന് വീണതുകൊണ്ടാണ് അവിടെ ശാപമുണ്ട്. ഈ ജ്യേഷ്ഠനായ സുഗ്രീവൻ്റെ ജ്യേഷ്ഠനാണല്ലോ ബാലിക്ക് അവിടെ ചെന്നുകൂടാ. അതുകൊണ്ട് ഋഷ്യമുഖാചരത്തിൽ ഈ ബാലിയെ ഭയന്ന് അവിടെ തന്നെ സന്തോഷമായിട്ട് കഴിയുന്ന അവിടെ ബാലിക്ക് വരാൻ പറ്റില്ല, ചെന്നാൽ അയാൾ മരണപ്പെടും. അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇത്രയും ഓർമ്മ കെട്ട് കാണും. കുറേ ദിവസമായതുകൊണ്ട് ഓർമ്മയില്ലെന്ന് എനിക്കറിയാം. വിസ്മിതനായൊരു ഭാനുതനയനും സസ്മിതം കൂപ്പി തൊഴുതു ചൊല്ലിടിനാൻ, സാക്ഷാൽ ജഗന്നാഥനാ പരമാത്മാവ് സാക്ഷിഭൂതൻ എന്തിരുവടി നിർണയം. പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ട് കാണാനും എനിക്ക് യോഗം വന്നു. ജന്മമരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം. മോക്ഷധനായ ഭവാന് ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞ് അപേക്ഷിക്കുന്നതില്ല ഞാൻ. അപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, ജന്മമരണ നിവൃത്തി വരുത്തുവാൻ വേണ്ടി നിർമ്മലന്മാരായ ഭക്തന്മാർ ഭജിക്കുന്നു ഭഗവാന്റെ പാദത്തിൽ. മോക്ഷതനാണ് ഭഗവാൻ പരമാത്മാവായ ശ്രീരാമൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ. അങ്ങനെയുള്ള ഭഗവാനെ എല്ലാവരും എന്തിനു വേണ്ടി ഭജിക്കുന്നു? മോക്ഷം അല്ലാതെ ഒന്നും വേണ്ട, മോക്ഷം ഒഴിഞ്ഞ് വേറൊന്നും വേണ്ട. അതിനുവേണ്ടി നിർമ്മലന്മാരായ ഭക്തന്മാർ ഭഗവാനെ ഭജിക്കുന്നു. സാക്ഷാൽ ജഗന്നാഥന ഈ പരമാത്മാവ് സാക്ഷിഭൂതൻ എന്തിനുവേണ്ടി നിർണയം. ഇത് സാക്ഷിക്ക് സർവത്തിനും സാക്ഷിയായി നിൽക്കുന്ന പരമാത്മാവാണെന്ന് ഇദ്ദേഹം ഈ സുഗ്രീവൻ ഭഗവാനോട് പറഞ്ഞു. വിസ്മിതനായൊരു ഭാനു അർക്കൻ, സൂര്യൻ്റെ തനയൻ പുത്രനാണ് സുഗ്രീവൻ. സുഗ്രീവന് ഈ 7 സാലങ്ങളും പൊട്ടിപ്പിളർന്നപ്പോൾ സന്തോഷമായി വിസ്മിതനായി. എന്നിട്ട് സസ്മിതം കൂപ്പി തൊഴുത് പറയുക, ഇത്രയും പറ, സാക്ഷാൽ പരമാത്മാവ് ജഗന്നാഥനാം പരമാത്മാവിന്റെ സാക്ഷിഭൂതൻ എന്തിനുവേണ്ടി നിർണയം. അതുകൊണ്ട് പണ്ട് ഞാൻ ചെയ്ത് നമ്മൾ ഓരോരുത്തരും പറയണം, നമുക്ക് സന്തോഷവും സമാധാനവും എല്ലാം നമുക്ക് ഈശ്വരൻ തരുമ്പോൾ ഭഗവാനെ പണ്ട് എങ്ങോ ചെയ്ത സുഹൃതമാണ് നമ്മൾ ചിന്തിക്കണം, ഭഗവാൻ നന്ദി പറയണ്ടേ. അപ്പോൾ പണ്ട് ഞാൻ ചെയ്തൊരു പുണ്യ ഫലോദയം കൊണ്ടാണ് എനിക്കിന്ന് ഭഗവാനെ കാണുവാൻ കിട്ടിയത്, കാണുവാൻ എനിക്ക് യോഗം വന്നു. നമുക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് യോഗം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. ജന്മമരണ നിവൃത്തി വരുത്തുവാൻ, അതുകൊണ്ടാണ് നമുക്ക് ജനന മരണങ്ങളെല്ലാം അവസാനിപ്പിക്കാനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടേ? നിർമ്മലന്മാരായ ഭക്തന്മാർ പരമാത്മാവിനെ ഭജിക്കുന്നത്. ഇതൊക്കെ വായിച്ചും പഠിച്ചും നല്ല പ്രവൃത്തികളും സന്മാർഗങ്ങൾ, ഈ നല്ല വഴികളെല്ലാം നമ്മൾ കാട്ടിക്കൂട്ടിയെങ്കിൽ മാത്രമേ നമുക്കും എന്തായെന്ന് നമുക്ക് അറിയാൻ പറ്റൂ. അറിയാതിരുന്നിട്ട് എന്താ, ഭക്തി മാത്രം ആകുമ്പോൾ കുഴപ്പമില്ല. ഒന്നും അറിയാത്തവർക്കും ഭക്തി കൊണ്ട് പരമാത്മാവിൽ ചേരാം. എങ്കിലും അറിയുമ്പോൾ അതിനൊരു സ്വാദാണ്, അതൊരു പ്രത്യേക അനുഭൂതിയാണ്. നമ്മൾ ഇതൊക്കെ അറിയുന്നതാണ് നല്ലത്. ഇത് അറിയുന്തോറും നമ്മൾ ദിവസേന വായിക്കുകയും അറിയുമ്പോൾ അതിൽ തന്നെ നമുക്ക് സന്തോഷവും ഭഗവാനോട് ഭക്തി വർദ്ധിച്ചുകൊണ്ട് വരും. പുത്രധാര അർദ്ധരാജ്യാദി സമസ്തവും വ്യർത്ഥമത്രേ തവമായ വിരചിതം. ഈ പുത്രങ്ങളും ഭാര്യയും മിത്രവും അർത്ഥവും എല്ലാം ഈ രാജ്യമെല്ലാം എന്താണ്? വ്യർത്ഥമത്രേ. ഇത് ആര് മനസ്സിലാക്കുന്നു? സുഗ്രീവൻ. ഭക്തന്മാരെല്ലാം മനസ്സിലാക്കും. സുഗ്രീവൻ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ഭക്തന്മാരായി വരുമ്പോൾ ഭഗവാൻ മാത്രം മതി നമുക്ക് തോന്നും. അതിപ്പരം വേറൊരു ആനന്ദമില്ല നമുക്ക്. അപ്പോൾ ഇതൊക്കെ ലോകത്തുള്ളതെല്ലാം നശിക്കുന്നതാണല്ലോ, എന്തിനോ അതിൻ്റെ പുറകെ നടക്കുന്നത്. നമുക്ക് ഭഗവാനെ നമ്മൾ കയ്യിലെടുത്താൽ നമ്മൾ ഉള്ളത്തിലായി നമുക്ക് ഒന്നിനും മുട്ടുവരത്തില്ല. അന്നന്ന് എല്ലാ കാര്യങ്ങളും നിറവേറ്റിക്കൊണ്ടു പോകാൻ തമ്പുരാൻ നോക്കിക്കൊള്ളും. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ലോകത്തിൻ്റെ പുറകെ നടക്കുന്നത്? അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് കിട്ടിയത് പോരാൻ പറഞ്ഞ് ആ സമയത്ത് ഭഗവാനെ ഭജിച്ച് ഈ വിവരങ്ങൾ ഇതെല്ലാം അറിഞ്ഞ് ആനന്ദം അനുഭവിച്ചാൽ നമുക്ക് അത് മതിയല്ലോ. അപ്പോൾ ഇദ്ദേഹം സുഗ്രീവൻ ഇപ്പോൾ മനസ്സിലായി, ഭഗവാൻ ശ്രീരാമൻ അടുത്ത് ഭഗവാനെ കാണാൻ പറ്റിയല്ലോ, അത് എൻ്റെ മുൻജന്മ സുഹൃതമാണ്. നമുക്കും ഇതൊക്കെ കേൾക്കാനുള്ളത് മുൻജന്മ സുഹൃതം തന്നെയാണ്. അല്ലാതെ ഈ പുത്രമോ ധനമോ വീടോ മക്കളോ ഭാര്യ ഒന്നും നിത്യമല്ല. കുറച്ച് നാളിങ്ങനെ ഇടയ്ക്ക് എന്ന് നിൽക്കും, പിന്നെ എല്ലാം പോകും. മക്കൾ പ്രായമായി വരുമ്പോൾ മക്കൾ സ്വന്തം കാര്യം നിൽക്കാറാകുമ്പോൾ പിന്നെ അമ്മയും അച്ഛനും വേണ്ട, അവർ പിന്നെ അടുത്ത കുടുംബത്തേക്ക് നോക്കുക, അവർ വേറൊരു കുടുംബമായി മാറുക. പിന്നെ നമ്മളെ തിരക്കാനല്ല അവർക്ക് സമയം. എല്ലാം ഇങ്ങനെയാണ്. പോക അവസാനം രക്ഷാകർത്താക്കൾ അവസാനം ഇങ്ങനെ ഈശ്വരനെ തന്നെ ആരാധിച്ച് ഈശ്വരനെ ആശ്രയിച്ച് ഈശ്വരൻ്റെ പാദത്തിൽ കഴിഞ്ഞുകൂടിയാൽ നമുക്കും പരമാനന്ദം കിട്ടും. അതുകൊണ്ട് നമുക്കൊരു പരുവമായാൽ പിന്നെ ആരുടെയും പുറകെ പോകണ്ട. ആരും വല്ല തരത്തേക്ക് കുടിക്കണം ഇല്ലാതെ വരത്തില്ല. ഈശ്വരൻ അറിയുന്ന വ്യക്തിക്ക് ഒരിക്കലും അദ്ദേഹം പട്ടിണി കിടത്തില്ല, ആരെങ്കിലും കൊണ്ട് നമുക്ക് തരും. അത് മക്കളിൽ കൂടെ ആവാം, മറ്റെങ്കിലും ആവാം. ഒരിക്കലും അത് നമ്മൾ വിഷമിക്കാതിരുന്നാൽ മാത്രമേ എന്നെ നോക്കാൻ ആളുണ്ട്, ഒരു ചിന്ത മാത്രം ഉറപ്പുണ്ടോ, ആ ഉറപ്പാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എന്തിനും നമുക്കൊരു ഉറപ്പ് വേണം.
നമ്മൾ വേറെ ഒന്നിനും കക്കാനും മോട്ടിക്കാനൊന്നും അല്ല പോണം. ഭഗവാന്റെ പാദത്തിൽ ഭഗവാന് ചേർന്നായിരിക്കുന്ന ഭഗവാൻ പട്ടിണിക്ക് കിടക്കുന്നതിലേ നമ്മൾ പട്ടിണിക്ക്. ഭഗവാൻ ഒരിക്കലും ഈ ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്ന ഈശ്വരനെയാണ് സർവ്വവും. ഭഗവാന്റേത് മൊത്തം ഈ മുതൽ ലോകം മൊത്തം ഭഗവാന്റെ മുതലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പട്ടിണിക്കിടും? ഒരിക്കലും അങ്ങനെ വരത്തില്ല. ഒരിക്കലും അത് ചിന്തിക്കുക. ഉറച്ച ഒരു തീരുമാനം നമ്മുടെ ഉള്ളത്തിൽ വേണം. ഞാൻ നല്ല ആളിനെ മുറുകെ പിടിച്ചേക്കുന്നത് ലോകപിതാവിനെയാണ്, ഒരിക്കലും ഒന്നിനെ മുട്ടുവരുന്ന ആ ഉറപ്പാണ്. അപ്പോൾ ഇതെല്ലാം ഈ പുത്രങ്ങളും മിത്രങ്ങളും ഭാര്യയും മക്കളും എല്ലാം ധനവും വീടും രാജ്യവും എല്ലാം വ്യർത്ഥമാണെന്ന് ഇവിടെ സുഗ്രീവന് മനസ്സിലായി. അതുകൊണ്ട് ആകയാൽ മേ മഹാദേവദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീതമേ. അതുകൊണ്ട് എനിക്ക് എനിക്ക് മഹാദേവദേവേശ ശ്രീരാമ ഭഗവാനെ മറ്റാകാംക്ഷ ഒരാഗ്രഹവും എനിക്കില്ല. ലോകേശനായ ഈശ്വര പ്രസീത, അവിടുത്തെ പ്രസാദം എനിക്ക് അത് മാത്രം മതി. ഭഗവാന്റെ പ്രസാദം അതുണ്ടെങ്കിൽ പിന്നെ എന്താ വേണ്ടേ? ഭഗവാന്റെ പ്രസാദം കിട്ടിയാൽ പിന്നെ സർവ്വതും നമുക്കല്ലേ. ഒരു പിതാവ് നമ്മുടെ സ്വന്തം പിതാവായി കഴിഞ്ഞാൽ പിന്നെ ആ ഭഗവാന്റെ മുതലെല്ലാം പിന്നെ ആ പുത്രനല്ലാതെ പിന്നെ ആർക്കാണുള്ളത്? അതുകൊണ്ട് പുത്രധാരാർത്ഥ രാജ്യ സമസ്തവും വ്യർത്ഥമത്രേ തവ മായാ വിരചിതെല്ലാം ഭഗവാന്റെ മായയാണ്. ആകയാൽ മേ മഹാദേവദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീതമേ. വ്യാപ്തമാനന്ദ അനുഭൂതികരം പരം പ്രാപ്തോഹാഹന്ത ഭാഗ്യഫലോദയാൽ മണ്ണിനായി ഊഴി കുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതേ. അപ്പോൾ എന്താ, മണ്ണിന് വേണ്ടിയിട്ട് അല്പം ഭൂമി കുഴിച്ചപ്പോൾ എന്താ നിധിയാണ് കിട്ടിയത്? കാരണം അവിടെ ആരെന്ത് നോക്കി തിരക്കി ഇദ്ദേഹത്തിനെ ഒന്ന് കരയ്ക്ക് കയറ്റാൻ, ഈ ബാലയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആരെ കിട്ടും നോക്കിയിരുന്ന്. അപ്പോൾ കിട്ടിയത് വലിയൊരു നിധി തന്നെയാണ്. ഭഗവാനെ തന്നെ കിട്ടി. അദ്ദേഹം ഭക്തനായതുകൊണ്ടല്ലേ, കഴിഞ്ഞ ജന്മം ചെയ്ത സുഹൃതം കൊണ്ടല്ലേ. അതുകൊണ്ട് മണ്ണിനായി ഊഴി ഈ വ്യാപ്ത ആനന്ദ അനുഭൂതികരം പരം, ഈ വ്യാപ്തം മൊത്തവും വ്യാപിച്ചിരിക്കുന്ന ആനന്ദാനുഭൂതികരമാണ് പരമാത്മാവായ ഈശ്വരൻ. പ്രാപ്തോഹ ആഹന്ത ഭാഗ്യഫലോദയാൽ, ഇതെല്ലാം നമ്മുടെ ഭാഗ്യം കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ആ ഉള്ളിലെ ശുദ്ധത കൊണ്ടാണ് ഭഗവാനെ തന്നെ കിട്ടുന്നത്. അതിനുവേണ്ടി എന്താ, മണ്ണിനായി അല്പം മണ്ണ് വേണ്ട, നമ്മൾ അല്പം ഒന്ന് കുഴിച്ച് മണ്ണെടുക്കാൻ നോക്കിയപ്പോൾ എന്താ കിട്ടിയത്? നിധി തന്നെ ലഭിച്ചു. ഭഗവാൻ ഇതിൽ കൂടുതൽ എന്തൊരു നിധിയാണ് പിന്നെ വേണ്ടേ? ഈ ലോകത്ത് ഏറ്റവും ഒന്നാമത്തെ നിധി ആരാ? ആ പരമാത്മാവായ ഈശ്വരനാ. അത് കിട്ടിയ പിന്നെ അതിൻ്റെ താഴെയല്ലേ മറ്റെല്ലാം ഉള്ളു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, മണ്ണിനായി ഊഴി കുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതി. ധർമ്മദാന വ്രത തീർത്ഥ തപക്രതു കർമ്മ പൂർത്ത ഇഷ്ട്യാദികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാ. ബഹുസംസാരനാശനം, ഈ ബഹുസംസാരനാശനം, ഈ ലോക ചിന്തകളെല്ലാം സംസാരം നശിക്കുന്നതാണ്. സംസാരനാശനം വെച്ചാൽ ഈ ലോകത്തുള്ള സർവ്വത എന്ത് നേടിയെടുത്തതെല്ലാം നശിക്കുന്നതാണ്. നമ്മളുൾപ്പെടെ എല്ലാവരും നശിക്കും. അതുകൊണ്ട് ധർമ്മങ്ങളോ ദാനങ്ങളോ വ്രതങ്ങളോ തീർത്ഥങ്ങളോ കുളിച്ചു തൊഴുവുക, അത് തീർത്ഥങ്ങൾ, അമ്പലങ്ങളിൽ പോയി തീർത്ഥങ്ങൾ കുളിച്ചു തൊഴുവുക, വ്രതം സ്വീകരിക്കുക, തപസ് ക്രതു കർമ്മ പൂർത്ത ഇഷ്ട്യാദി യാഗങ്ങളെ കൊണ്ട് ഒരുത്തനും എന്ത് വരുന്നു? വന്നുകൂടാ. എന്താ വന്നുകൂടാ? ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് അതുകൊണ്ടൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് വന്നുകൂടാ. ബഹു സംസാര നാശനം, ഈ ലോകത്തിലെ ഈ നശിക്കുന്ന ഈ സംസാരത്തിൽ യാതൊന്നും നേടാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് എന്താ പിന്നെ വേണ്ടത്? നിർണയം പാദഭക്തി കൊണ്ട് എന്നിയേ, ഭഗവാന്റെ പാദത്തിൽ നിന്ന് നമസ്കരിക്കുന്ന ഭക്തി കൂടാതെ ഇല്ലാതെ പാദ പത്മ അവലോകനം, കേവലം ഇപ്പോൾ അകപ്പെട്ടതും കൃപാബലം. അതായത് അങ്ങയുടെ പാദപങ്കജങ്ങൾ കാണുന്നതിന് പാദ പത്മ അവലോകനം ഭഗവാന്റെ പാദം. ഇപ്പോഴാണല്ലോ ഇദ്ദേഹം മനസ്സിലാക്കിയതും ഭഗവാനോട് ചെന്നതും സഖ്യം ചെയ്തതും. ഭഗവാൻ അവിടെ എന്തൊക്കെയോ കാട്ടികൾ, വൃക്ഷങ്ങളെയും പൊട്ടിച്ച് ഒരമ്പുകൊണ്ട് അത് പൊട്ടിച്ച് എടുത്തു. എല്ലാം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് യഥാർത്ഥമായ പരമാത്മാവിനെ അകമഴിഞ്ഞ ഭക്തിയോടുകൂടി അദ്ദേഹം പ്രാർത്ഥിക്കുക. ഇത്രയും അയാൾക്ക് സൗഭാഗ്യം കിട്ടിയല്ലോ, ഈ ലോകത്തിന് എന്താ അയാൾക്ക് വേണ്ട? നിധിയല്ലേ കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് ഇത് മറ്റൊന്നുകൊണ്ടും കാണാൻ പറ്റില്ല ഈ ഭഗവാനെ, ഈ പരമാത്മാവിനെ. അത് ധർമ്മദാനങ്ങളോ അന്നദാനങ്ങളോ ധർമ്മങ്ങളോ വ്രതങ്ങളോ തീർത്ഥങ്ങളോ തപസ്സോ യാഗങ്ങളോ ഒന്നുകൊണ്ടും വരത്തില്ല, കിട്ടത്തില്ല. ബഹുസംസാര നാശനം, ഈ സംസാരത്തിൻ്റെ ഇതൊക്കെ നശിക്കുന്നതാണ്. ഈ സംസാരം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ടോ അതെല്ലാം നാശമുള്ളതാണ്. അതുകൊണ്ട് നിർണയം പാദഭക്തി കൊണ്ടല്ലാതെ പാദഭക്തി കൊണ്ട് പാദ പത്മ അവലോകനം, കേവലം ഇപ്പോൾ അകപ്പെട്ടതും കൃപാബലം, ഭഗവാന്റെ കൃപ കൊണ്ട് എനിക്കിപ്പോൾ ഭഗവാന്റെ പാദപത്മങ്ങൾ കാണുന്നതിന് എനിക്ക് സംഭവം
അവിടുത്തെ കൃപ കൊണ്ട് എനിക്ക് സാധിച്ചല്ലോ. യാതൊരു തന്നു ചിത്തം നിന്തിരുവടി പാദാംബുജത്തിൽ ഇളകാതെ ഉറയ്ക്കുന്നു. ഏതൊരു ഭക്തന്മാരായാലും എന്താ ചെയ്യുക? യാതൊരുത്തിന് ചിത്തം മനസ്സ് നിന്തിരുവടി പാദാംബുജത്തിൽ ഇളകാതെ ഉറയ്ക്കണം. ഒരു ഭക്തൻ്റെ മനസ്സ് എപ്പോഴും എവിടെ ഇരിക്കണം? ഉറച്ച് ഭഗവാനിലിരിക്കണം, ഈശ്വരനിലിരിക്കണം, ചിന്ത മറ്റൊന്നിലും പോകാതെ. ഇപ്പോൾ സുഗ്രീവനിപ്പോൾ അങ്ങനെയായി. പെട്ടെന്ന് തന്നെ പരമാത്മാവ് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടല്ലോ, എൻ്റെ മുൻജന്മ സുഹൃതം കൊണ്ട് എനിക്ക് പുത്രനും വേണ്ട, ഭാര്യയും വേണ്ട, ഇതിനേക്കാൾ എത്രയോ ഉപരിയാണ് എനിക്ക് കിട്ടിയ ഈ നിധി. അതുകൊണ്ട് പറയുന്നു, ഇത് ഇത്രയും സന്തോഷവും സമാധാനവും എല്ലാം അദ്ദേഹത്തിന് പിന്നെ ഇത്ര നാൾ നീറി ഇരുന്ന എല്ലാം അദ്ദേഹത്തിന് ഒഴുകിപ്പോയി. ഇതൊക്കെ വെറുതെ വ്യർത്ഥമാണ്. ഈ രാജ്യവും ഭാര്യയും മക്കളും വീടും ധനവും എല്ലാം വെറുതെയാണ്, വ്യർത്ഥമാണ്, നശിക്കുന്നതാണ്. അത് നമുക്ക് ഭഗവാനെ കാണണമെങ്കിലും ഭഗവാനോട് ചേരണമെങ്കിലും ആ പരമാത്മാവ് ലയിക്കണമെങ്കിൽ എന്ത് വേണം? ത്വൽപാദഭക്തി വേണം. ഭഗവാനോടുള്ള ഭക്തി, അതാണ് ഇവിടെ സുഗ്രീവൻ മനസ്സിലാക്കിയത്. ത്വൽപാദ പത്മ അവലോകനം. കേവലം ഇപ്പോൾ അകപ്പെട്ടത് ഭഗവാന്റെ കൃപ കൊണ്ട് എനിക്കിത് കിട്ടിയല്ലോ, കാണുവാൻ വന്നല്ലോ ഈ നിധി. അതുകൊണ്ട് യാതൊരുത്തന്നെ ചിത്തം, ആരുടെയാലും മനസ്സ് നിന്തിരുവടി പാദാംബുജത്തിൽ ഇളകാതെ ഉറയ്ക്കണം. അങ്ങനെ ഇപ്പോൾ സുഗ്രീവനിപ്പോൾ അത് ഉറപ്പ് വരുന്നു. അത് നമ്മൾ എന്താ ചിന്തിക്കേണ്ടേ? നമുക്കും ഭഗവാനുടെ ഭക്തി വരുമ്പം മറ്റൊന്നിലും ചിന്ത വരത്തില്ല. ഭക്തി വർദ്ധിക്കുന്ന ഒരു വ്യക്തിക്കും കാരണം നമുക്ക് ആ സുഹൃതം, ആ ഒരു അനുഭൂതി നമ്മൾ അനുഭവിച്ച് കഴിയുമ്പോൾ പിന്നെ മറ്റൊന്നിലും മറന്നു പോകും. നമുക്ക് എന്തെടുക്കണമെന്ന് പോലും നമ്മൾ മറന്നു, അന്നുള്ള കർമ്മങ്ങൾ പോലും അനുഷ്ഠിക്കാൻ പോലും മറന്നു പോകും. ഈ ലോകത്തിലെ ജീവിതങ്ങൾ കുടുംബമായിട്ട് നടക്കുമ്പോൾ ഗൃഹസ്ഥാശ്രമം എല്ലാം വേണം, പക്ഷെ നമുക്കതെല്ലാം മറന്നു. എന്നാൽ ഭഗവാൻ നമുക്കെല്ലാം ഓർമ്മിപ്പിച്ച് എല്ലാ കാര്യങ്ങളും അടുക്കം ചിട്ടയായിട്ട് ചെയ്ത് തീർത്ത് ഈശ്വരനെ അറിയാനുള്ള സമയം നമുക്ക് തണ്ടിത്തരികയും ചെയ്യും. ഒന്നിനും ഒരു വിഘ്നം വരത്തില്ല. ഞാൻ അനുഭവിച്ചതാ. എൻ്റെ നല്ല പ്രായത്തിലായിരുന്നു, ഈ കൊച്ചു കുട്ടികളെയൊക്കെ വളർത്തുന്ന സമയത്ത് തന്നെയാണ്. കുഞ്ഞുങ്ങളായിരുന്ന സമയത്താണ്, 40-35 വയസ്സൊക്കെ ഉള്ള സമയത്തൊക്കെ എത്രത്തോളം എനിക്ക് 4 പരിസരം തീർത്ത ജോലി ഉണ്ടെങ്കിലും ഞാൻ എല്ലാം പെട്ടെന്ന് തീർത്തിട്ട് എനിക്കിതിനൊരു ഉത്സാഹമായിരുന്നു. ആ ഉത്സാഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, ഉത്സാഹം ഇല്ലെങ്കിൽ പറ്റത്തില്ല. നമുക്ക് ഈശ്വരനോടുള്ള ഉത്സാഹം, ഭഗവാനെ ഇതൊക്കെ വായിക്കണം, അപ്പോൾ എന്തോ ഒരു നിർവൃതി അനുഭൂതി ഉണ്ടാകുന്ന ആ അനുഭൂതിക്ക് വേണ്ടിയാണ് നമ്മളിത് പെട്ടെന്ന് ഒരുങ്ങുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഈ ലോകത്തിലെ ഒന്നിനും ഈ അനുഭൂതി വരത്തില്ല. ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇഴിഞ്ഞിറങ്ങുന്ന ഒരു എന്താ പറയുന്നത്, അതിന് അത് അത്ര ഒരു ആനന്ദ ലഹരിയാണ്. ഇത് അന്നേ എനിക്കിങ്ങനെ എത്രമാത്രം സമയം എടുത്തത്. അപ്പോൾ അതിനെന്ത് ചെയ്യും? പെട്ടെന്ന് ജോലി ചെയ്യാതിരിക്കാൻ പോലല്ലോ, ഒരുപാട് ചെയ്തല്ലേ പറ്റും. കുട്ടികൾ വരുമ്പോൾ അവർക്ക് ആഹാരം അങ്ങോട്ട് കൊടുത്തു വിടണം സ്കൂളിൽ, പിന്നെ അവരുടെ കാര്യങ്ങൾ നോക്കണം, അവരെ പഠിപ്പിക്കണം. 4-5 ക്ലാസ് വരെ ഞാൻ തന്നെയായിരുന്നു ട്യൂഷൻ. അല്ല, കുട്ടിനാളെ എങ്ങും വിട്ടില്ല. ഈ LKG UKG ഒന്നും ഇല്ല. അംഗനവാടി ഉണ്ട്, അവിടെയും വിട്ടു. ഒരു ദിവസം വിട്ട് അവരെ അടിച്ചപ്പോൾ ഈ കുട്ടിയെ പിന്നെ ഞാൻ വിട്ടില്ല. ഞാൻ തന്നെ, കാരണം അവിടെ വിട്ടിട്ടും കാര്യമില്ലെന്ന് എനിക്കറിയാം. ഞാൻ തന്നെ എൻ്റെ ചുവട് അടിസ്ഥാനം നന്നായിട്ട് കൊടുത്തു. അക്ഷരങ്ങളെല്ലാം നന്നായിട്ട് മലയാളവും ഇംഗ്ലീഷും ഇപ്പം അതുകൊണ്ടല്ലേ ഇതൊക്കെ തന്നെ ഞാൻ ഇംഗ്ലീഷിനകത്ത് വല്ലവരൊക്കെ പേരൊക്കെ എഴുതാൻ അറിയാമെന്നുണ്ടല്ലേ, അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ചെറുതായിട്ടൊക്കെ മതിയല്ലോ. അത് ഉള്ളതെല്ലാം നന്നാക്കി തന്നെ പഠിപ്പിക്കാമെന്ന് എനിക്ക് ഒരു വാക്കുണ്ടായിരുന്നു. അവരെ മനസ്സിലാക്കാനുള്ള വഴി എങ്ങനെ, അതൊക്കെ ചിലർക്കൊരു എന്താ പറയുക, ചിലർക്ക് പറ്റും. ഉള്ള അറിവ് മതി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടും എല്ലാ ജോലി വെച്ചാൽ ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് എന്ത് വരും? ഇഷ്ടംപോലെ സമയമുണ്ട്. എനിക്ക് എൻ്റെ ഭഗവാൻ തന്നെ കൂട്ടുന്ന എൻ്റെ ആർത്തി എന്നിങ്ങനെ ഉണ്ടെന്ന് ഈശ്വരൻ അറിയാം, ഭഗവാൻ അറിയാം. അതുകൊണ്ട് അത് തന്നെയാണ് കാരണം. അതുകൊണ്ട് എനിക്കിതെല്ലാം ഒരുക്കി 40 വയസ്സായപ്പോഴത്തേക്ക് ഒരുപാട് വെപ്രാളം കൂടി. ഒരു 35-38 വയസ്സൊക്കെ ഉള്ള സമയത്ത് എൻ്റെ അമ്മ അന്നേരം ഇവിടെ ഉണ്ട്. എൻ്റെ 40-ലെ അമ്മ യാത്രയാവുന്നു ഇവിടുന്ന്, ഭഗവാന്റെ അടുക്കലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഭയങ്കര ജോലി, അമ്മയുടെ കാര്യം നോക്കണമായിരുന്നു, എല്ലാം കൊണ്ടും എനിക്ക് എന്നാലോ അത് അമ്മയും കൂടെ കൊണ്ട് പോയപ്പോൾ പിന്നെ എനിക്ക് അന്നേരമാണ് ഇവിടെ ഉരുളക്കം നിലവിളി എല്ലാം കൂടെ. മറ്റേ അമ്മയുടെ ഒരു ആശ്രയം ഉണ്ടായിരുന്നു, ഒരു മനസ്സ്. അന്നേരം എനിക്ക് ഇത് എന്താ പറയുക, പിന്നെ എനിക്ക് ഭഗവാനെ കിട്ടിയേ പറ്റൂ. അങ്ങനെ എല്ലാം കൊണ്ടും ആ ഒരു സമയം അങ്ങനെ വന്നു. ഇഷ്ടംപോലെ ജോലി ഉണ്ടായിട്ട് പോലും എനിക്ക് ഒന്നിനും വിഘ്നം വരാതുണ്ട് എല്ലാ കാര്യങ്ങളും നിറവേറ്റി പോവുകയും ചെയ്ത്. അതാ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മുട്ടുവിൻ തുറക്കപ്പെടുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവാൻ നമുക്കുള്ള ഉള്ളത്തിൽ നിന്നെല്ലാം ചെയ്തു തരും. അടുക്ക ചിട്ടയായിട്ട് അടുപ്പിൽ തന്നെ ഒരു സാധനം ആകുമ്പോൾ സർവ്വ വെന്തിരി എല്ലാം ഒന്നിച്ചങ്ങ് 10 മണിയാകുമ്പോൾ ആഹാര സാധനങ്ങളെല്ലാം 3-4 കറി 5 കറിയെങ്കിലും വേണ്ടി വരും. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. എല്ലാം നന്നായി തന്നെ ഇവിടങ്ങളിൽ എല്ലാവരിലും മെച്ചപ്പെട്ടൊരു ജീവിതത്തിലാണ്. ഒന്നിനൊരു മുട്ടില്ലാത്ത ജീവിതമായിരുന്നു എന്ന് വെച്ചാൽ. ഇപ്പം എല്ലാവരും പിരിഞ്ഞൊക്കെ കൂടിയിട്ട് പോയി. എനിക്ക് ഇങ്ങനെ ഒരു വഴി വന്നത് ഞാനത് ഏറ്റെടുത്തു. അത് എനിക്കത് വേണ്ട, എൻ്റെ കർമ്മഫലം, എൻ്റെ കഴിഞ്ഞ ജന്മത്തെ സുഹൃത്തും അത് ഞാൻ അനുഭവിച്ചല്ലേ പറ്റൂ.
എനിക്കിത് ഈ ആനന്ദം ഞാൻ അനുഭവിക്കാതെ കഴിഞ്ഞു പോയാൽ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇവിടെ ഭഗവാന്റെ പാദത്തിൽ നമ്മൾ എപ്പോഴും ഭക്തിപൂർവ്വം ആശ്രയമായിട്ട് നമ്മൾ ഭഗവാനേ എന്നുള്ള ചിന്തയിലിരുന്നാൽ മാത്രമേ നമുക്ക് ഭഗവാനെ കണ്ടുകിട്ടാൻ പറ്റൂ. ഇത് സുഗ്രീവൻ മനസ്സിലായി. കാൽക്ഷണം പോലും എന്നാകിൽ അവൻ തനിക്കൊക്കെ നീങ്ങിടും അജ്ഞാനം അനർത്ഥമാകും. കാൽക്ഷണം അല്പസമയമെങ്കിലും ഭഗവാന്റെ ചിന്തയിൽ ഇങ്ങനെ ഇരുന്നാൽ അതുപോലും വലുതാണ്. അപ്പോൾ യാതൊരുത്തനും ചിത്തം നെന്തുവടി പാദാമ്പുജത്തിൽ ഇളകാതെ ഉറച്ച് കാൽക്ഷണം അല്പസമയം പോലും എന്നാകിൽ അവൻ എന്ത് വരും? തനിക്കൊക്കെ നീങ്ങിയിടും അജ്ഞാനം അനർത്ഥത. എല്ലാ അനർത്ഥങ്ങളും അജ്ഞാനങ്ങളെല്ലാം മാറി എന്തുകൊണ്ടും ഒരു അല്പസമയം നമ്മുടെ ആഗ്രഹം ആർത്തിയാണത്. അല്പം എന്താ ആക്കാനും വേണ്ടി അല്ല അത് ചെയ്യണം, നമ്മുടെ ഉള്ളത്തിലെ പിടപ്പാണ്. അതിനുവേണ്ടി ഒരു ആർത്തി, ഒരു വെമ്പലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ അജ്ഞാനവും മാറി, അനർത്ഥങ്ങളൊക്കെ മാറി, ഈ ലോകത്തിലെ സർവ്വ ദുരിതങ്ങളും മാറി, ചിത്തം ഭഗവാങ്കൽ ഉറയ്ക്കാകിലും അതിഭക്തിയോടെ രാമരാമേതി സാദരം. അപ്പം ഈ ചിത്തം, നമ്മുടെ മനസ്സ് ഭഗവാങ്കൽ ഉറയ്ക്കായെങ്കിൽ എന്ത് വരും? അതിഭക്തിയോടെ രാമരാമേതി സാദരം ചൊല്ലുന്നവന് ദുരിതങ്ങൾ വേരറ്റ്. അങ്ങനെ രാമരാമേതി ചൊല്ലുന്നവർക്ക് എന്ത് വരും? ദുരിതങ്ങളെല്ലാം പോകും. എന്തുമാത്രം നമ്മുടെ ഓരോ ഗ്രന്ഥങ്ങളും, നമ്മൾ ഇന്നലെ ഞാൻ ബൈബിള് എന്ത് രസമാണ്, ഇത് രാമായണം എന്ത് രസമാണ്. ഇതൊക്കെ കൊണ്ട് വായിച്ച് അർത്ഥം മനസ്സിലാക്കി നമ്മൾ ഇഴിഞ്ഞിറങ്ങണം. ഇറങ്ങി നമ്മുടെ ഉള്ളത്തിൽ ആരാ ഇറങ്ങുന്നേ? പരമാത്മാവ്. ഇറങ്ങുന്നത് ആ പരിശുദ്ധാത്മാവാണ്. അതായത് ആ ചൈതന്യമാണ്. ഇത് നമ്മൾ വായിക്കുന്നതോറും ചൈതന്യം ഇങ്ങനെ ഇറങ്ങി അങ്ങ് വികസിക്കും, നമ്മുടെ ആത്മാനന്ദം അനുഭവിക്കുന്ന രീതിയല്ല. അപ്പം ചിത്തം ഭവാങ്കൽ ഉറയ്ക്കായെങ്കിലും അതിഭക്തിയോടെ രാമരാമതി സാധനം ചൊല്ലുന്നവന് ദുരിതങ്ങളെല്ലാം, അഥവാ നമ്മളെ ഭഗവാങ്കൽ നമ്മുടെ ദുഃഖ ദുരിതങ്ങൾ നമുക്ക് ചിലപ്പം ഉറച്ചു വന്നില്ലെങ്കിൽ തന്നെയും ഭക്തിയോട് ഭഗവാന്റെ പാദത്തിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ എന്ത് വരും? ദുരിതങ്ങളെല്ലാം വേരറ്റ് പോവും. എല്ലാ വിഷമങ്ങളും വേരറ്റ് ഏറ്റവും വിശുദ്ധനായ നിർണം നല്ലനായിട്ട് ഭഗവാൻ നമ്മളെ നന്മ കൊണ്ട് നിറച്ചിട്ട് നമ്മളെ വിശുദ്ധനാക്കിയെടുത്തിട്ട് നിർണയം. മദ്യപനെങ്കിലും ബ്രഹ്മഘ്നെങ്കിലും, ഒരു മദ്യപാനി ആയാലും അതായത് ബ്രാഹ്മണനെ കൊന്നവൻ പോലും, ബ്രാഹ്മണഹത്യ അങ്ങനെ ആയാൽ പോലും സദ്യോ വിമുക്തനാം രാമജപത്തിനാൽ മുക്തി വരും, വിമുക്തനായി മാറ്റും. മദ്യപാനിയായാലും ബ്രാഹ്മണനെ കൊന്ന പാപിയായാലും സദ്യോ വിമുക്തനാം രാമജപത്തിനാൽ ഭഗവാന്റെ ശ്രീരാമരാമം ജപിച്ചാൽ സർവ്വദോഷങ്ങളും മാറും. ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മഹർഷിമാരെല്ലാം ഇതെല്ലാം മനസ്സിലാക്കി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുത്ത് ഇന്നലെ ഇതിട്ടു. ബൈബിളിൻ്റെ കാര്യം ഇതൊക്കെ തന്നെയാണ്. പക്ഷേ അറിവില്ലാത്തൊരു അതിൽ യേശു കർത്താവിനെ സ്നേഹിക്കുന്നവർ വിചാരിക്കുന്നത് എന്താണ്? നമുക്കിതൊന്നും ഇല്ലെന്നാണ്. നമുക്ക് വെച്ചാൽ ഭാരതം നമ്മൾ വേറെ ഈ ഒരു രാജ്യമല്ലേ, ലോകം മൊത്തം ഈശ്വരൻ്റെ ആണെങ്കിൽ നമ്മൾ ഓരോ ഭൂഖണ്ഡത്തിലുള്ള രാജ്യങ്ങളാകുമ്പോൾ നമ്മൾ വേറൊരു രാജ്യമാണ്. അപ്പോൾ ഇവിടെ ഇതൊക്കെ മുന്നേ ഉണ്ട്, നമ്മൾ ഇതൊക്കെ തന്നെ നിറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്കിത് കിട്ടാനൊരു ഗുരു വേണം. ആദ്യമേ എന്തെങ്കിലും ഒരു അനുഗ്രഹം നമുക്ക് ഗുരുവിൽ നിന്ന് കൂടെ കിട്ടിയെങ്കിലാണ് നമുക്ക്. അതുകൊണ്ടല്ലേ കൃഷ്ണനുമൊക്കെ ഗുരുകുലത്തിൽ പോയല്ലേ? കാരണം അങ്ങനെയാണ് അത്. ആ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം നമുക്ക് വരുമ്പോഴേ നമ്മുടെ ഉള്ളത്തിൽ പ്രസാദിച്ച് ഈശ്വരൻ തന്നെ പ്രസാദമായിട്ട് നമുക്ക് തരുമ്പോഴേ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്നേന്ന് പഠിക്കാൻ ആരെങ്കിലും പഠിപ്പിക്കണം. അപ്പോൾ അതൊന്നും കിട്ടില്ല, ഈശ്വരൻ തന്നെ നമുക്ക് ഗുരുവായി വരും, നമ്മളെ തലയെ കൈവച്ച് അനുഗ്രഹിക്കും. അതുകൊണ്ട് ഏത് പാപിക്കും മദ്യപനെങ്കിലും ബ്രഹ്മഘ്നെങ്കിലും സദ്യോ വിമുക്തനാം രാമ ജപത്തിനാൽ ഭഗവാനെ ജപിച്ചാൽ. ഇവിടെ ക്രിസ്ത്യൻസ് പറയുന്നത് എന്താണ്? പാപമോചനം തരാനാണ് കർത്താവ് വന്നിരിക്കുന്നത്. ഇത് പിന്നെ ആരാ? ഈ ശ്രീരാമൻ ആരാ? മദ്യപനെങ്കിലും ബ്രഹ്മഘ്നെങ്കിലും ഇതിൽ കൂടിയ പാപം എന്താണ്? ഒരു ബ്രാഹ്മണനെ പോലും കൊന്നാലും സദ്യോ വിമുക്തനാം, നന്നായി പാപങ്ങൾ മാറും. എന്തുകൊണ്ടാ? രാമരാമ എന്നങ്ങോട്ട് ജപിക്കുമ്പോൾ ഭഗവാനെ തന്നെ ചിന്തിച്ച് രാമ നമ്മുടെ ഉള്ളിലെ ഇരുട്ട് മാറാനാ പ്രാർത്ഥിക്കുക. നമ്മൾ അന്ധതയിലായിപ്പോയിട്ടാണല്ലോ ഈ പാപങ്ങൾ ചെയ്യുന്നത്. അറിവില്ലായ്മ കൊണ്ടാണല്ലോ നമ്മളിത് എല്ലാം തെറ്റ് ചെയ്യുന്നത്. ഒരാളെ കൊല്ലുന്നതും അറിയുമെങ്കിൽ നമുക്ക് വധിച്ചുകൂടാ, ആരെയും കൊന്നുകൂടാ, ആരും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തെറ്റ് ചെയ്തുകൂടാ എന്ന് നമുക്ക് അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തു പോകണം. ഇത് ചെയ്തിട്ട് നമ്മൾ ദുഃഖിക്കും. പിന്നെ അയ്യോ ഞാൻ ചെയ്ത പാപമായിരുന്നു. ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? പശ്ചാത്തപിച്ച് രാമ 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 ഞാൻ ചെയ്ത് തെറ്റാണ്. അപ്പം വാൽമീകി എങ്ങനെയായിരുന്നു? എന്തെല്ലാം പിടിച്ചു പറിച്ച് എന്തെല്ലാം ചെയ്ത് അവസാനം എന്താ പറ്റിയേ? 7 ഋഷികൾ വന്നപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തില്ലേ, ഈ പാപം എവിടെ കൊണ്ട് അവസാനിക്കും?
അപ്പം മക്കളും ഭാര്യ അടുത്ത് നിന്ന് ചോദിച്ച് നിങ്ങൾ പങ്കുപറ്റോ? ഇല്ല, അവരവർ ചെയ്യുന്ന താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിക്കണം. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഈ മഹർഷിമാർ പറയുന്നതനുസരിച്ച് മരത്തിൻ്റെ കൊണ്ട് ആ മര ഈ മര ചൊല്ലി അദ്ദേഹം അവിടെ നിന്ന് തപസ് ഇരുന്നത് പുറ്റായി. അപ്പോൾ രാമമന്ത്രം കൊണ്ട് എല്ലാം അവൾ അത്രനാളും ചെയ്ത് പിടിച്ചു പറിച്ചും കൊന്നും കാട്ടാളനല്ലേ, എല്ലാം കൊന്നും തിന്നും എല്ലാം ആരെയും ദുഷ്ടതകൾ ചെയ്ത് ജീവിച്ച ഒരാൾ എല്ലാ പാവവും പോയി ഇത്രയെല്ലാം എഴുതി എന്തുമാത്രം. അപ്പം അത് അറിവില്ല ചെയ്യുന്നതിന് ഈശ്വരൻ നമ്മൾ പശ്ചാത്തപിച്ചാൽ ഇതെല്ലാം മാറും. നമുക്ക് അറിവുകൊണ്ട് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് സദ്യോ വിമുക്തനം രാമജപത്തിനാൽ രാമരാമ എന്ന് ജപിച്ചങ്ങനെ ഇരുന്നാൽ മതി. മനസ്സ് ഭഗവാനിൽ ഉറച്ച് ചിത്തം ഭഗവാന്റെ പാദത്തിൽ തന്നെ നമ്മുടെ നിഷ്ഠയോടുകൂടി ഭഗവാനെ ഭജിച്ച് ധ്യാനിച്ചിരുന്നാൽ എല്ലാ പാപവും മാറും. ശത്രുജയത്തിലും സുഖത്തിലും ചിത്തേ ഒരാഗ്രഹമില്ല എനിക്കേതുമേ. എനിക്ക് ശത്രുവിനെ ജയിക്കണമെന്നോ, അതായത് ബാലിയെ ജയിക്കണമെന്നോ ശത്രു ജയത്തിൽ. അപ്പം ശത്രുവാണ് ആരാണ്? ബാലിയല്ലേ ഇദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ശത്രുവിൻ്റെ ജയത്തിലും സുഖത്തിലും, അതായത് വെച്ചാൽ പുത്രധാര ഭാര്യ മക്കൾ എന്നുള്ള ആ സുഖത്തിലും ചിത്തേ ഒരാഗ്രഹം എനിക്കില്ലേ എന്നാണ്. ഭഗവാനെ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ഒരാഗ്രഹവും ഇല്ല. ആരെയും ശത്രുവിനെ ജയിക്കണമെന്നില്ല. ബാലി എങ്ങനെയോ ജീവിച്ചോളൂ, എനിക്ക് ഭഗവാനുണ്ടല്ലോ അടുക്ക, പിന്നെ എന്തിനാ ഭയക്കുന്നത്? അതുകൊണ്ട് എനിക്കിനി ആരെയും വധിക്കുകയും വേണ്ട, എനിക്ക് ജയിക്കുകയും വേണ്ട, എനിക്കെൻ്റെ ഭാര്യ മക്കൾ കുട്ടികൾ എന്നുള്ള ചിന്തയും വേണ്ട. എന്താ വേണ്ടേ? ഒരാഗ്രഹം എനിക്കില്ല ഏതുമേ, ഭക്തി ഒഴിഞ്ഞ്. അതുകൊണ്ട് എനിക്കിതിലൊന്നും ഒരാഗ്രഹം എനിക്കില്ല ഭഗവാനെ ശ്രീരാമ. അതുകൊണ്ട് എനിക്ക് ഭക്തി ഒഴിഞ്ഞ് മറ്റൊന്നുമേ വേണ്ടിയില്ല. മുക്തി വരുവാൻ മുകുന്ദ ദയാനിധേ. എനിക്ക് മുക്തി മതി ഭഗവാനെ നാരായണ കൃഷ്ണ രാമ ശ്രീരാമ. അതുകൊണ്ട് എനിക്ക് ഭക്തി അല്ലാതെ ഒഴിഞ്ഞ് മറ്റൊന്നുമേ വേണ്ടിയില്ല. എനിക്ക് വേറെ ഒന്നും വേണ്ട. എനിക്ക് ഭാര്യയും വേണ്ട, മക്കളും വേണ്ട, വീടും വേണ്ട, എനിക്ക് ശത്രുവിനെ ജയിക്കുകയും വേണ്ട, എനിക്കൊന്നും വേണ്ട. ഈ ലോകത്ത് ഒന്നും തന്നെ വേണ്ട. എനിക്ക് ഭക്തി ഭഗവാനോട് ലയിച്ചിരുന്നാൽ മാത്രം മതി. ഭക്തി ഒഴിഞ്ഞ് മറ്റൊന്നുമേ വേണ്ടിയില്ല. മുക്തി വരുവാൻ മുകുന്ദ ഭഗവാനെ നാരായണ ശ്രീരാമ ദയാനിധി. ത്വൽപാദ ഭക്തി മാർഗോപദേശം കൊണ്ട് മൽപാപം ഉൽപ്പാടയ ത്രിലോകീപതി. അതായത് ത്വൽപാദ ഭക്തി മാർഗങ്ങൾ, ഭഗവാനുള്ള ഭക്തിമാർഗവും ആ ഉപദേശങ്ങളെല്ലാം കൊണ്ട് എന്ത് വേണം? മൽപാപം, എൻ്റെ പാപം, അതായത് സുഗ്രീവൻ്റെ പാപമെല്ലാം അതായത് നശിപ്പിച്ചാലും ഉൽപ്പാടായ, അതായത് അവരുടെ അതൊരു ഭാഷയാണ്. അതുകൊണ്ട് മൽപാപം, സുഗ്രീവൻ പറയും എൻ്റെ പാപങ്ങളെല്ലാം നശിപ്പിച്ച് കളയൂ. എന്തെങ്കിലും പാപമുണ്ട്, കാരണം എന്തെങ്കിലും ദോഷം കാണില്ല, ഗുഹയിൽ വെച്ച് അടച്ച് അറിവില്ലാതെ ചെയ്ത് ഇനി പോരുന്നു. അയാൾ പറഞ്ഞ് ചോര വരുന്നെങ്കിൽ അടയ്ക്കണമെന്ന്. ഇയാൾ എന്താ അപ്പം ബാലി വെച്ച് എന്താ അയാൾ അധികം ചാവട്ട് നോത്ത് അടച്ചതാണ്. പക്ഷെ അയാൾ പറഞ്ഞതൊക്കെ ഇദ്ദേഹം ചെയ്തതേ ഉള്ളൂ, ഒരു തെറ്റും ചെയ്യില്ല. അഥവാ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഭഗവാനോട് പറയുന്നു, പാദഭക്തി മാർഗ ഉപദേശം കൊണ്ട് എൻ്റെ പാപങ്ങളെല്ലാം നശിപ്പിച്ചാലും ത്രിലോകീപതേ, ത്രിലോകത്തിനും അധിപതിയായിരിക്കുന്ന ഭഗവാനെ ശ്രീരാമ, എൻ്റെ പാപമെല്ലാം നശിപ്പിച്ചാലും ഭഗവാനെ ശ്രീരാമ എന്നാണ് ആ ഒരു ഭക്തൻ സുഗ്രീവൻ പറയുന്നത്. എത്രമാത്രം ഭക്തനാണ്. നമ്മൾ ആരിൽ ഇങ്ങനെ പറയാറുണ്ടോ? നമ്മൾ അന്നന്ന് എന്തൊക്കെയാ പാപങ്ങൾ ചെയ്യുന്നത് നമുക്ക് പോലും അറിയത്തില്ല. നമ്മളപ്പോഴെന്താ പറയുക? എന്നും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക. അന്നന്ന് രാത്രി കിടക്കാൻ നേരം ഭഗവാനെ ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി, എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയാതെ ചെയ്തതും അറിഞ്ഞു ചെയ്തുകൊണ്ട്, അറിയാതെയും ചെയ്യുന്നുണ്ട്, അറിഞ്ഞും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അവിടുത്തെ പാദത്തിൽ ഞാൻ നമസ്കരിക്കുന്നു, പശ്ചാത്തപിക്കുന്നു. ഞാൻ കരഞ്ഞ് കണ്ണുനീരൊഴുകി ഭഗവാന്റെ പാദത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം പാപവും മാറിപ്പോകും. അന്നന്ന് ചെയ്യുന്ന പാപങ്ങൾ അന്ന് തന്നെ നമുക്ക് കഴുകിക്കളയാം. ശത്രു മധ്യസ്ഥ മിത്രാദി ഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപതേ. ശത്രു മധ്യസ്ഥൻ മിത്രാദി ഭേദഭ്രമം, എനിക്ക് എല്ലാ ഭേദങ്ങളുടെയും ഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നത്. അങ്ങനെ നമ്മൾ ഭക്തന്മാർ പറയണം. മക്കളെ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ശത്രുക്കളെന്നോ മധ്യസ്ഥനെന്ന് നമ്മൾക്ക് ചേർന്ന് നിൽക്കുന്ന നമുക്ക് വേണ്ടി പ്രയത്നിക്കുന്ന മധ്യസ്ഥന്മാരോ മിത്രങ്ങൾ, നമ്മുടെ സഹോദരങ്ങളായാലും സുഹൃത്തുക്കളായാലും ഈ ഭേദഭ്രമം, എനിക്ക് അങ്ങനെ ഒരു ഭേദഭ്രമം എൻ്റെ എന്നുള്ള ഒരു ഭേദങ്ങളും ആ ഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നത് ഇതെല്ലാം എനിക്ക് മാറി. എനിക്ക് എൻ്റെ ഭർത്താവെന്നോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെന്നോ അല്ലെങ്കിൽ എൻ്റെ മക്കളെന്നോ വീടെന്നോ എൻ്റെ ജ്യേഷ്ഠനെന്നോ അല്ലെങ്കിൽ ബാലി ശത്രുവാണെന്നോ ഇങ്ങനെയുള്ള ഭേദങ്ങളെല്ലാം ഉള്ളിൽ പോയി. എന്താ കാരണം? ഭഗവാനുള്ള സ്നേഹം വന്നാൽ അങ്ങനെ ഒരു ഭക്തന് പെട്ടെന്ന് കഴുകിക്കളയും. ഭഗവാനെ സ്നേഹിച്ച് ഭക്തി വന്നാൽ എല്ലാ ചിന്തകളുടെ എല്ലാ ഉള്ളിലിരിപ്പും അസൂയ കുശുമ്പ് ശത്രുത കാമം ക്രോധം അസൂയ കുശുമ്പ് എല്ലാം നശിച്ച ഈ ലോകത്തുള്ള സർവ്വ ദുഷിച്ചതും നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെ ഉണ്ടോ ഇതെല്ലാം ഒഴിയങ്ങ് പോകും. അത്രത്തോളം ഭഗവാനെ അദ്ദേഹം മനസ്സിലാക്കി എനിക്ക് നിധിയാണ് കിട്ടിയേക്കുന്നത്.
ഭഗവാൻ ഒരു അല്പം മണ്ണിന് വേണ്ടി ഞാൻ ഭൂമി കുഴിച്ചു, എനിക്ക് കിട്ടിയോ നിധി. അപ്പോൾ എന്താ പറയുക, അത്രത്തോളം അതിന് ആനന്ദം അനുഭവിക്കുന്നു. ആനന്ദം അനുഭവിക്കുമ്പോൾ നമ്മുടെ ഇല്ലേ ഈ വൃത്തികെട്ട കാമക്രോധങ്ങളെല്ലാം ഉള്ളിലിരിക്കുമോ, അത് അങ്ങ് പോകും. അവിടെ നിറയുന്ന എന്താണ് പിന്നെ ഭഗവാനോട് ഭക്തി വരുമ്പോൾ ഭഗവാന്റെ കൃപയാണ് ഉള്ളിലേക്ക് നിറഞ്ഞു വരുന്നത്. അപ്പോൾ അതിനോട് ഇരിക്കാൻ സ്ഥലമില്ല, അത് ചിന്തിക്കാൻ പോലും സമയമില്ല, അവിടെ ഇരുത്താൻ സ്ഥലവുമില്ല. ഉള്ള സ്ഥലത്തെല്ലാം എന്തിരിക്കുന്നു, ഭഗവാനോട് അങ്ങോട്ട് സ്നേഹം വരുന്നു. ഭക്തി വന്നപ്പോൾ അവിടുത്തെ പാദത്തിലേക്കുമ്പോൾ അവിടുത്തെ കൃപയാവിനെ ഉള്ളോട്ട് ഇറങ്ങുന്നത്. ഇല്ല, നല്ല ഊറ്റുവെള്ളം ഇറങ്ങുന്നത് പോലെ അങ്ങ് ഇറങ്ങുമ്പോൾ തോട്ടിൽ നിന്ന് ഇങ്ങനെ ഒഴുകുമ്പോൾ അഴുക്ക വെള്ളം ഒഴുകി പോകുന്ന പോലെ മറ്റതെല്ലാം ഒഴുകി അങ്ങ് പോകും. പിന്നെ അവിടെ ഇരിക്കൂ, അവിടെ സ്ഥലം വേണ്ടേ ഇരിക്കാൻ. ഈശ്വരകൃപ അങ്ങോട്ട് ഒഴുകി ചെല്ലുക. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കുകയും ചെയ്ത തെറ്റുകളെല്ലാം പൊറുക്കണമെന്ന് പ്രാർത്ഥിക്കുകയും പശ്ചാത്തപിച്ച് കരഞ്ഞും വിളിച്ചും ഭഗവാനെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ഭഗവാനെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കരഞ്ഞൊക്കെയാണ് അപേക്ഷിക്കുമ്പോൾ, നമ്മൾ ഭക്തിയോട് വർദ്ധിക്കുമ്പോൾ എല്ലാ പാപങ്ങളും പോകും. അതുകൊണ്ട് പുത്രധാരാദി സംബന്ധമെല്ലാം അത് തൊൽപാദ പത്മ അവലോകനം കൊണ്ട് എനിക്ക് ഉൽപ്പന്നമായതു കേവല ജ്ഞാനവും. അപ്പോൾ ശത്രുക്കളും മിത്രം ഇതെല്ലാം ഭേദഭ്രമം. കാരണം ഞാനൊന്ന് എൻ്റെയുള്ള ആ ഭേദം മാറി നശിച്ച് ചിത്തത്തിൽ നഷ്ടമായി, എനിക്കിപ്പോൾ ഭഗവാൻ മാത്രം മതി. അങ്ങനെ തൊൽപാദ പത്മ അവലോകനം കൊണ്ട് ഭഗവാന്റെ പാദപത്മം കണ്ടതുകൊണ്ട്, ഭഗവാനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉൽപ്പന്നമായത് കേവല ജ്ഞാനം, എനിക്ക് നല്ല അറിവ് കിട്ടി. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഇത് മക്കളെ ഇതൊക്കെ പറയുന്ന അറിയാനാ, ഇതൊക്കെ അറിയണം. ഇത് നമ്മുടെ ഉള്ളത്തിലേക്ക് ഇഴിഞ്ഞിറങ്ങണം. അറിയെന്ന് വെച്ചാൽ വെറുതെ വായിച്ചങ്ങ് പോവുമല്ല വേണ്ടേ. ഇത് നമ്മുടെ ഉള്ളത്തിലേക്ക്, അയ്യോ ഇതെന്തൊരു ആനന്ദമാണ്, നമുക്കും അങ്ങനെ ആകണം. നമ്മുടെ ഹൃദയത്തിലും ഈ ആനന്ദം അനുഭവിക്കണം. അതിന് നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യണം. ഭഗവാനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലെ എല്ലാ നശിച്ച ശത്രുക്കൾ മൊത്തം ഒഴുകിപ്പോയി. ഭഗവാന്റെ പാദപത്മം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉൽപ്പന്നമായത്, എനിക്ക് എന്ത് വന്നു, കേവലം ജ്ഞാനം, അറിവുണ്ടായി. ഇതാണ് അറിവ്, ഇത് അറിവാണിത്. ഈ ഗ്രന്ഥങ്ങളെല്ലാം അറിവാണ്. ബൈബിളായാലും ഭഗവത്ഗീതയായാലും രാമായണമായാലും എല്ലാം നമുക്ക് ഈശ്വരങ്ങളിലേക്ക് അടുക്കാനുള്ള വഴിയാണ്. ഇതെല്ലാം ഇത് ഒരു വഴിയും പന്നലല്ല. എന്തും വായിക്കാം, നമുക്ക് നല്ലത് എന്തും വായിക്കുന്നത്. കാരണം വായിക്കുന്നവരും ഭക്തി വർദ്ധിച്ചിരിക്കും. എല്ലാം യഥാർത്ഥമായി നമുക്ക് എല്ലാം നമുക്ക് ഈശ്വരനായിട്ട് ലയിച്ച് ഒന്നായി കർത്താവ് പറഞ്ഞതുപോലെ എല്ലാം ശിഷ്യനും പിന്നെ പിതാവായ ദൈവം നമ്മൾ ഒന്നായതുപോലെ മറ്റുള്ളതും ഈ ശിഷ്യന്മാരും നമ്മളെപ്പോലെ ഒന്നാകണം. ആ ഒന്നെന്നാകുന്നു പിന്നെ നമുക്കത് വായിച്ചില്ലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് തരാൻ വേണ്ടിയൊക്കെ അതല്ലേ വായിക്കുന്നത്. ഭാഗവതം മാത്രം വായിച്ച് പഠിച്ചാലും നമുക്ക് അതിലുള്ള അത് തന്നെ. ഇത് ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങൾ കഥ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പം കൃഷ്ണൻ വന്ന സമയത്ത് അതെൻ്റെ അല്ല, ശ്രീരാമൻ്റെ അവതാര സമയത്ത് അങ്ങനെ വ്യത്യാസമുള്ളൂ. ബാക്കി നമ്മുടെ ഉള്ളത്തിൽ നമ്മൾ പരമാത്മാവിനെ ലയിക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ പ്രവൃത്തി ഇതും അതുമെല്ലാം ഒന്ന് തന്നെയാണ്. അത് ബൈബിളും അത് തന്നെയാണ്. ഞാനെല്ലാം വായിക്കുന്ന എന്താ, ഇപ്പോഴും ഞാനതിൽ ആനന്ദിക്കുന്നത്. എല്ലാം ഒന്നായെങ്കിൽ പോലും എന്നിട്ടും എനിക്കിത് മറ്റുള്ള മക്കൾക്ക് തരാൻ വേണ്ടി ഞാൻ അവിടെ ആനന്ദം അനുഭവിക്കും. കാരണം അപ്പോൾ നമുക്ക് എപ്പോഴും ഇത് വായിക്കുന്നവർ ആനന്ദം ഉണ്ടാവും. എന്നുവെച്ചാൽ വേണമെങ്കിൽ വായിക്കാം, വേണ്ടെങ്കിൽ വായിച്ചാലും നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം അയവർക്ക് ഭഗവാനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ധ്യാനിച്ചിരുന്നാലും മതി. അതിന് കണ്ണിന് ഇപ്പോൾ വയസ്സായാലും കണ്ണിന് കാഴ്ചയെ കുറഞ്ഞ് നമുക്ക് വായിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മളിതൊക്കെ ഈ പശുക്കൾ അയവറക്കെ ഞാൻ പണ്ട് ഇങ്ങനെല്ലാം വായിച്ച് അനുഭവിച്ച ആനന്ദമാണ്. അത് നാമങ്ങൾ നല്ല നല്ല നാമങ്ങൾ ചൊല്ലിയിരുന്നാലും മതി. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇദ്ദേഹത്തിന് എന്ത് വന്നു, ഉൽപ്പന്നമായി എല്ലാം അദ്ദേഹത്തിന് വന്ന് ഭവിച്ചു. എന്താണ്? കേവല ജ്ഞാനം, അറിവ് വന്നു. പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയാം മായ പ്രഭാവം ജഗൽപതേ. ഇതെല്ലാം ഭഗവാന്റെ മായയാണ്. ഈ പുത്രധാരാദി സംബന്ധം നമ്മുടെ ലോകത്തിലുള്ള പുത്രവും മിത്രവും ഭാര്യ ഇതെല്ലാം കുടുംബവും ഇതൊക്കെ എന്താണ്? മായാപ്രഭാവമാണ്. ഇത് അദ്ദേഹത്തിന് മനസ്സിലായി, ഇതൊക്കെ മായയുടെ കളികളാണ്, പ്രഭാവമാണ്. ഇതൊന്നും അർത്ഥമില്ലാത്തതാണ്. ഇതൊക്കെ അന്നേരമുള്ളൊരൊറ്റ ഇത് എന്താ പറയുക, ലോകത്ത് നമുക്ക് വേണമല്ല. നമ്മൾ കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കൃഷ്ണനും പറഞ്ഞ കർമ്മം ചേർന്നാൽ ഈ ലോകം നശിച്ചു പോകത്തില്ലേ? ഒരു ഭർത്താവും ഭാര്യനെ വിവാഹം കഴിക്കുന്നതിന് അത് മുന്നോട്ട് കുട്ടികളിങ്ങനെ വരാൻ അതും ഒരു കർമ്മമല്ല. ഇങ്ങനെ എല്ലാം കൊണ്ട് നമുക്ക് ജീവിക്കാൻ, പിന്നെ കർമ്മം ചെയ്യാണ്ട് നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്തെങ്കിൽ നമുക്ക് വിശപ്പിന് ആഹാരം കിട്ടും. അതുകൊണ്ട് എല്ലാ കർമ്മവും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അത് ചെയ്യാതെ നമ്മൾ പട്ടിണിയായിപ്പോവും. അപ്പം നമ്മളെ കൊണ്ടുവക്കുന്ന കർമ്മങ്ങളും ചെയ്തിട്ട് ഭഗവാനെ അറിയാനും അറിവ് നേടാനും അവസാനം നമുക്ക് അതിൽ ലയിക്കാനും ഒന്നായി ചേരാനും അതുകൊണ്ട് ഇദ്ദേഹം മനസ്സിലായി, ഈ ലോകത്തിലുള്ള സർവ്വതും വ്യർത്ഥമാണ്. ശക്തി ഈ പുത്രധാരാദി സംബന്ധമല്ല അത്താവ ഭഗവാന്റെ ശക്തിയാം, ഭഗവാന്റെ തന്നെ ശക്തിയാണ്. ആരാ? മഹാമായ പരാശക്തി.
അപ്പം സുഗ്രീവൻ പറയുന്നു, പുത്രധാരാദി സംബന്ധമെല്ലാം ഭഗവാന്റെ ശക്തിയായിരിക്കുന്ന തവ മായാപ്രഭാവം, അങ്ങയുടെ മായാപ്രഭാവം, എന്താ ശക്തി സ്വരൂപിണി. ഇവിടെ രണ്ട് തരം ശക്തി, അവിദ്യയും വിദ്യയും. നമ്മുടെ ഉള്ളിൽ ജീവാത്മാവായി കുടികൊള്ളുന്നത് ആ കുണ്ടലിനി ശക്തി, അതാ പരാശക്തി, ആ വിദ്യ, ആ വിദ്യാരൂപിണി നമ്മളെ ഉള്ളത്തിൽ തെളിഞ്ഞ് 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 നമ്മളെല്ലാം അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ അതങ്ങനെ അങ്ങ് പ്രകാശിക്കും നമ്മുടെ ഉള്ളം. അതുപോലെ അവിദ്യ മാറണമെങ്കിൽ ഈ വിദ്യ വേണം, അവിദ്യ ഇവിടെ വേണം. എന്നാലും നമ്മളെങ്ങനെയാണ് നിലനിൽക്കുന്നത്? അവിദ്യ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നാളെ ഈ നമ്മുടെ വാസന കൊണ്ടല്ലയോ ഇവിടെ ജനിക്കേണ്ടത്. എല്ലാവരും വാസന ഇല്ലാതിരുന്ന എല്ലാവരും അങ്ങ് മോക്ഷത്തിലേക്ക് പോയ ഇവിടെ ഭൂമിയിലെ ജനങ്ങൾ വേണ്ടേ? അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന കർമ്മത്തിൻ്റെ വാസനകളാണ് അടുത്ത ജന്മം പിന്നെ ജനിച്ചു വരുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ വേണം. കുറേശ്ശെ ആൾക്കാർ ഇത് മനസ്സിലാക്കി ഈശ്വരങ്ങളെ ചേർന്ന് വരണം. പിന്നെ കുറേ ആൾക്കാർ കുറേ ഇങ്ങനെ ഭൂമി കിടക്കണം. എല്ലാവരും ഒന്നിച്ചങ്ങ് പോകാൻ പറ്റില്ല, അവിടെയും സ്ഥലം വേണ്ടായോ? എല്ലാവരും അവിടെ ചോട്ട് ചെന്നാൽ. അതുകൊണ്ട് കുറേശ്ശെ ഇങ്ങനെ എല്ലാവരും ഭക്തി കൊണ്ടാണ് ഈശ്വരങ്ങളിലേക്ക് എത്തുന്നത്. എന്നുവെച്ചാൽ എല്ലാവരും ഒന്നിച്ച് പോകാൻ പറ്റുകയില്ല. നമ്മൾ അങ്ങനെ കിട്ടത്തില്ല. നമ്മൾ ആഗ്രഹം കൊണ്ടാണ് ഇവിടെ കഴിയുന്നത്. എല്ലാവർക്കും അറിവ് നേടുന്നില്ലല്ലോ. അറിയുന്നവന് മാത്രമേ പോകാൻ പറ്റൂ. എന്താണെന്ന് ഈ ലോകത്ത് ഇതെല്ലാം വ്യർത്ഥമാണെന്നും ഇത് ഭഗവാന്റെ ശക്തി മായയാണെന്നും ഈ ഭഗവാന്റെ പ്രഭാവമാണ്, ഇത് കളിയാണ്, ഇത് മായയാണ്, അതുകൊണ്ട് ഭഗവാൻ ചേരണമെന്ന് എല്ലാവരും വിചാരിക്കത്തില്ല. അങ്ങനെ വിചാരിക്കുന്ന ഭക്തന്മാർക്ക് മാത്രമേ അവിടേക്ക് എത്തിപ്പറ്റാൻ പറ്റൂ. അത് പുറകെ ഓരോരുത്തരായി ഓരോ ക്ലാസ് പഠിച്ച് മുമ്പോട്ട് പോകുന്നത് പോലെ ഇങ്ങനെ പോകും. അപ്പോൾ പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയാം മായാപ്രഭാവം ജഗൽപതേ ത്വൽപാദ പങ്കജത്തിങ്കിൽ ഉറയ്ക്കണം എപ്പോഴും ഉൾക്കാമ്പെനിക്ക് രമാപതേ. രമാദേവിയുടെ ഭർത്താവായ ജാനകീദേവിയെന്നോ രമാദേവിയെന്നോ ഒക്കെ പറയും ഭൂമിദേവിയെ, ജാനകിയെ. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന് രമാപതേ, രമയുടെ ഭർത്താവേ, എന്താ പറഞ്ഞത്? ത്വൽപാദ പങ്കജത്തിങ്കിൽ, ഭഗവാന്റെ പാദപങ്കജത്തിൽ ഉറയ്ക്കണം എപ്പോഴും ഉൾക്കാമ്പ്. എൻ്റെ ഉള്ളിൽ എപ്പോഴും പരമാത്മാവായ ശ്രീരാമനാണെങ്കിലും കൃഷ്ണനാണെങ്കിലും എല്ലാം ഏകമാണല്ലോ. അതുകൊണ്ട് പരബ്രഹ്മം നമുക്ക് പറയാം. ശ്രീരാമനായിരുന്നു ആ പരബ്രഹ്മം. ഞാൻ ഇപ്പോൾ പരബ്രഹ്മമായിട്ടാണ് കുറേ നാളുടെ കാണുന്നത്. എനിക്ക് വിഗ്രഹത്തോട് ഇപ്പം താല്പര്യമില്ല, അതെല്ലാം കഴിഞ്ഞു പോയി. അപ്പം ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ രാമായണം വായിക്കുമ്പോൾ ശ്രീരാമ എന്ന് പറയും. പിന്നെ ഭഗവത്ഗീതയും ഭാഗവതം വായിക്കുമ്പം കൃഷ്ണൻ നാരായണ എന്ന് പറയും. ബൈബിള് വായിക്കുമ്പോൾ യേശു എന്ന് പറയും. അതല്ലെങ്കിൽ പിതാവാൻ ദൈവം എന്ന് പറയും. കാരണം എല്ലാം ഏകമാണല്ലോ. പറയുമ്പോൾ അത് ആര് തന്നിരിക്കുന്ന ആ പുസ്തകത്തിൽ കിടക്കുന്നതിനെ അങ്ങ് പറയാൻ പറ്റൂ. അതുകൊണ്ട് എല്ലാം പലതാണോ? ഏകമാ, എല്ലാം ഒന്നാ. നമ്മൾ ആ ചിന്ത എവിടെ പോകണം? ഈശ്വരങ്ങളിലേക്ക് പോകണം. ആള് ഇവിടെ പല രൂപത്തിൽ വന്നിട്ടുണ്ട്. ഈ ഒരാൾ തന്നെ, ഈ പരമാത്മാവായ ഈശ്വരൻ തന്നെ, ലോകപിതാവ് തന്നെയാണ് പല നാമത്തിലും പല രൂപത്തിലും പല പുസ്തകങ്ങളും നമ്മൾ വായിക്കുന്നത്. അത് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമുക്കറിയാം ഈശ്വരൻ പരബ്രഹ്മമാണെന്നും നമ്മളെല്ലാവരും പരബ്രഹ്മത്തിൻ്റെ അംശികളാണെന്നും അറിയും. അപ്പോൾ ആ പരബ്രഹ്മമാണ് ശ്രീരാമനെന്നും ആ പരബ്രഹ്മം തന്നെയാണ് കൃഷ്ണനെന്നും ആ പരബ്രഹ്മത്തിൻ്റെ സന്തതികളാണ് യേശുവെന്നും അല്ലെങ്കിൽ ഗുരുദേവൻ. പക്ഷേ യേശു ഒറിജിനലായിട്ട് പുത്രനായിട്ട് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ വന്നതാ, ഉള്ളത്തിൽ തന്നെ അങ്ങനെ വന്നതാ, ദൈവപുത്രനായിട്ട് തന്നെ വന്നതാ. ബാക്കി എല്ലാവരും കർമ്മം കൊണ്ട് വന്ന് എടുത്ത് അതായി തീർന്ന് അങ്ങനെ വരാം. അതാണ് ഗുരുദേവനൊക്കെ ഇവിടെ വന്നിട്ട് ഇതെല്ലാം പഠിച്ച്, മറ്റതും പഠിച്ചു എങ്കിലും കുറേ. ഇപ്പം കൃഷ്ണൻ പരബ്രഹ്മം വന്നു, ഗുരുകുലത്തിൽ പോയി അല്പം എന്തൊക്കെയൊന്ന് പഠിച്ചാൽ മതി, ബാക്കിയെല്ലാം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ ഈ പുത്രൻ ആ പിതാവിൻ്റെ മകനല്ലേ. എന്തായാലും ആശാരിയുടെ മകന് ആ ആശാരിപ്പണി അറിയാം എന്ന് പറയുന്ന പോലെ യഥാർത്ഥ യേശുവിൻ്റെ ഉള്ളത്തിൽ പിതാവായ ദൈവത്തിൻ്റെ, അതായത് ഇപ്പം നമ്മൾ കൃഷ്ണനെയാണ് പരമാത്മാവാണ് കാണുന്നതെങ്കിൽ ആ പരബ്രഹ്മത്തിൻ്റെ അറിവ് എല്ലാം കുറേ ഈ യേശു കർത്താവിൻ്റെ ഉള്ളിൽ കാണും. അതിൻ്റെ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അല്പം ആ ഗുണം എന്നിൽ ജന്മനാ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഒന്ന് നോക്കുമ്പോഴേ എനിക്കത് മനസ്സിലാവുന്നത്. അത് അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി. അല്ലാതെ ഇത് ഒരു ഗുരുകുലത്തിൽ പോയി ഒന്നും പഠിച്ചെടുത്തതല്ല. ഈ ആശാരിപ്പണി ചെയ്യുന്ന പിതാവിൻ്റെ മക്കൾ അവിടെ കുത്തിരുന്ന് പണിയും, പഠിച്ചില്ലെങ്കിൽ അത് കണ്ടങ്ങ് പണിഞ്ഞോളും, ഉള്ളിൽ കുറച്ച് കാണും. അങ്ങനെ അതുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ പുത്രനായി വന്നുകൊണ്ട് യേശു കർത്താവിൻ്റെ ഉള്ളത്തിൽ ഉണ്ട്. ആരാണ് പരബ്രഹ്മമായിട്ട് ഇവിടെ വന്നത്? ഭഗവാൻ കൃഷ്ണൻ പരബ്രഹ്മം ഒറിജിനലായിട്ട് വന്നു. അത് ആ പരബ്രഹ്മത്തിൻ്റെ തന്നെയാണ് പുത്രൻ ഈ യേശു കർത്താവ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അന്യതല്ല സ്വന്തം പുത്രനാണെന്ന്. അത് നമ്മൾ ബൈബിളിൽ കൂടെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലാതെ അല്ലാതെ അറിയില്ല. കാരണം ദൈവപുത്രനായിട്ട് വരുമെന്ന് നേരത്തെ അവിടെ ഇതൊക്കെ അതിൻ്റെ പഴയ നിയമം വായിക്കാൻ നമുക്ക് അറിയാം. അതുകൊണ്ട് നമ്മൾ എവിടം വരെ വായിച്ചു?
തൊൽപാദ പങ്കജത്തിൽ ഉറയ്ക്കണം എപ്പോഴും ഉൾക്കാമ്പെനിക്ക് രമാപതി. എപ്പോഴും ഭഗവാന്റെ പാദത്തിൽ, ആ ഭഗവാന്റെ പാദപത്മം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കണമേ എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. ത്വന്നാമ സങ്കീർത്തന പ്രിയയാകണം. എന്നോട് ജിഹ്വ എപ്പോഴും ഭഗവാന്റെ നാമം സങ്കീർത്തനം. ഈ എന്തുവായാലും ഭഗവാനുള്ള ആ നമ്മൾ എന്ത് നാമമാ ചെല്ലുന്നത് അത് എങ്ങനെ വേണം? നാമ സങ്കീർത്തന പ്രിയയാകണം. അത് നമ്മുടെ നാക്കിന് അത് എപ്പോഴും ഭഗവാനുള്ള നാമങ്ങൾ സങ്കീർത്തനങ്ങൾ ചൊല്ലാൻ ആയിരിക്കണം. എന്നോട് ജിഹ്വ അത് നാക്ക് സദാ നാണമെന്നിയെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നാണമെന്നിയെ. അപ്പോൾ മനസ്സിലാക്കണം മക്കളെ, എന്തുകൊണ്ടാണ് എനിക്കിതിനൊന്നും നാണമില്ലാത്തതെന്ന്. എനിക്ക് എന്ത് ഭഗവാന്റെ കാര്യം പറയുന്നതിന് എനിക്കൊരു നാണക്കേടുമില്ല. അങ്ങനെ ആയിത്തീരണം. എല്ലാവർക്കും അങ്ങനെ അല്ല. അതാണ് അജ്ഞാനം ഇരിക്കത്തുള്ള കാലം നാണം ഉണ്ടാവും. ഭഗവാന്റെ കാര്യങ്ങൾ പറയാൻ ചിലർക്ക് വലിയ നാണമാണ്. ഇതിനകത്ത് കിടക്കുന്നു നാമ സങ്കീർത്തന പ്രിയയാകണം എന്നോട് ജിഹ്വ സദാ നാണമെന്നിയെ. ഒരു നാണം കൂടാതെ എവിടെ ആരുടെ മുമ്പിലും. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പ്രായത്തിലോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ ഈ നാട്ടിൽ എവിടെയെങ്കിലും 1-2 വീടുകളിൽ ഞാൻ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പിന്നെ പറയാം, അവർ 1, 2, 3 ചേർന്നിങ്ങനെ ബൈബിളിൽ കിടക്കുന്ന അനുസരിച്ച് അവർ പോകുന്നു. ഉപദേശം, അത് ഈ എന്താ പറയുക, സുഭാഷിതം പറയാൻ, ഇത് ഭഗവാന്റെ കഥകൾ പറഞ്ഞ് എല്ലാവരെയും അതിലേക്ക് തിരിക്കാൻ. പക്ഷേ ഹിന്ദുക്കൾ എവിടാ പോണ, ഒരു സ്ത്രീ പ്രത്യേകിച്ച് എൻ്റെ ഉള്ളത്തിലെ പടപ്പുണ്ട്. ഞാൻ ഇറങ്ങി ഒരു വീട്ടിലിങ്ങനെ പോയി 2 പേരെ അവിടെ വരുത്തി തുടങ്ങിയപ്പം അവർ താല്പര്യം സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലാനുള്ള ഒരു അറിവ് അവരുടെ ഉള്ളത്തിലില്ല. അതുകൊണ്ട് താല്പര്യക്കുറവുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. നമ്മൾ ചെന്ന് താല്പര്യപ്പെടുത്തി വേണം അവരെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് ചെല്ലുമ്പോഴത്തേക്ക് ഇതൊക്കെ ഞാൻ വേണം ഒരുക്കിയത്. എന്നാലും ഞാൻ വിചാരിച്ചാൽ അങ്ങനെ എന്നാലും ചെയ്യാം. പക്ഷേ അങ്ങനെ ആയപ്പോൾ എൻ്റെ ഭഗവാൻ എനിക്ക് ഈ ഒരു വഴി തന്നാലേ ഞാൻ ഇപ്പോഴും തെണ്ടിത്തിരി ഇവിടെ നടന്നേനെ, ആരെയും തിരക്കി. എന്താ കാരണം? നാണമെന്നീ. ഭഗവാന്റെ കഥ നാരായണൻ പറഞ്ഞ് നാരദ മഹാമുനി എങ്ങനെയാ പോണത്? വല്ല നാണക്കേടുണ്ടോ അദ്ദേഹം? അപ്പോൾ യഥാർത്ഥമായ ഒരു ഈശ്വരൻ്റെ പൈതൽ എന്ന് പറയുന്നത് ഈ സ്വന്തം പിതാവിനെ പ്രാർത്ഥിക്കാനോ പിതാവിൻ്റെ ഗുണഗണങ്ങൾ കൽപ്പനകൾ മറ്റുള്ളവർക്ക് കൊടുക്കാനോ ഒരു നാണവും പാടില്ല. ഇവിടെ നാമ സങ്കീർത്തന പ്രിയയാകണം എന്നോട് ജിഹ്വ സദാ നാണം കൂടാതെ. എന്നിട്ടോ നിന്നുടെ ചാരുരൂപങ്ങൾ കാണാൻ വരിക എന്നോട് കണ്ണുകൾ കൊണ്ട്. എന്ത് കാണുന്നു? ഇപ്പോൾ ഈ പുസ്തകമായി ഈ ഗ്രന്ഥമായാലും എന്ത് കണ്ടാലും ഭഗവാന്റെ രൂപമായി കാണണമേ എൻ്റെ കണ്ണുകൾ കൊണ്ട് നിരന്തരം എപ്പോഴും. കർണങ്ങൾ കൊണ്ട് കേൾക്കായി വരണം സദാ നിന്റെ ചരിതം ധരാപതി. ഭൂമിദേവിയുടെ ഭർത്താവേ, സീതയുടെ ഭർത്താവേ, അത് എന്ത് പറയുന്നു? എൻ്റെ കർണങ്ങൾ, എൻ്റെ ചെവിയിൽ കേൾക്കുന്നതെല്ലാം അങ്ങയുടെ കഥകൾ ചരിതങ്ങളാവണം. ഭഗവാന്റെ നാമങ്ങളും ചരിത്രങ്ങളും ആയിരിക്കണം എൻ്റെ ചെവിയിൽ കേൾക്കേണ്ടത്. എന്ത് കേട്ടാലും അത് അവിടുത്തെ ചരിതങ്ങളാവണം. ചരണദ്വയം, എൻ്റെ 2 പാദം, എൻ്റെ 2 പാദം സഞ്ചരിച്ചിടണം അച്യുത ക്ഷേത്രങ്ങൾ തോറും രഘുപതി. ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ സഞ്ചരിക്കാൻ എൻ്റെ പാദങ്ങൾ അതിനായിരിക്കണം, നന്മയ്ക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി. പിന്നെ തൊൽപാദ പാംസു തീർത്ഥങ്ങൾ ഏൽക്കാകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ട് ജഗൽപതി. ഭഗവാന്റെ പാംസു, ഭഗവാൻ ചവിട്ടുന്ന പാദത്തിലെ പൊടി, ആ പാംസു തീർത്ഥങ്ങൾ ഏൽക്കണം. ആ പൊടി നമ്മുടെ ശിരസിൽ ഇങ്ങനെ തീർത്ഥമായിട്ട് എപ്പോഴും അംഗങ്ങൾ കൊണ്ട്, എല്ലാ അംഗങ്ങളിലും ഭഗവാന്റെ പാംസ് നമുക്ക് വാരി വിതറണം. ഭഗവാന്റെ പൂഴിമണ്ണ്, ചവിട്ടുന്ന പാദത്തിലെ ആ പൂഴിമണ്ണ്, ആ പൊടി പാംസ് ഭക്തിയാ നമസ്കരിക്കായി വരയണം മുഹുരി. ഉത്തമാംഗം കൊണ്ട് നിത്യം ഭവൽപദം. നമ്മളെപ്പോഴും ഭക്തിയാ ഭഗവാന്റെ പാദത്തിൽ നമിക്കണം. ഉത്തമാംഗം വെച്ചാൽ ശിരസ് കൊണ്ട് നിത്യവും ഭഗവാന്റെ പാദം നമിക്കണം. ഇത്തം പുകഴ്ന്ന സുഗ്രീവനെ രാഘവൻ ഇത്രയും കീർത്തിച്ച് ഈ സുഗ്രീവൻ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ പുകഴ്ന്ന സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്ത് പിടിച്ചു പുലുകിടിനാൻ. എന്തിനെ പുലുകത്തില്ലേ? ഇപ്പൊ ഭഗവാൻ എന്നെ പുലുകിക്കൊണ്ടിരിക്കുക, ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആനന്ദം ഞാൻ അനുഭവിക്കുന്നു. നമ്മൾ ആരായാലും എൻ്റെ ഭഗവാന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ആനന്ദം അനുഭവിക്കുമ്പോൾ ഭഗവാന് കെട്ടിപ്പിടിച്ച് നമ്മളെ പുലുകും. അതുകൊണ്ട് ചിത്തം കുളിർത്ത് പിടിച്ച് പുലുകിയിടിനാൻ. അംഗസംഘം കൊണ്ട് കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെ തഥാ മായയാ തത്ര മോഹിപ്പിച്ച് അന്നേരം കാര്യസിദ്ധിക്ക് കരുണാജലനിധി. അതായത് അംഗസംഘം കൊണ്ട് കൽമഷം വേരറ്റ്, ഈ അംഗങ്ങൾ സംഘം ചെയ്ത് പുലുകി. ഭഗവാൻ ഇത്രയും പ്രാർത്ഥിച്ച ഈ എൻ്റെ നാക്ക് ഭഗവാന്റെ നാമത്തിനായിരിക്കണം, എൻ്റെ ചെവി അത് ഭഗവാന്റെ ചരിതം കേൾക്കാനായിരിക്കണം, എൻ്റെ പാദം ഭഗവാന്റെ അമ്പലങ്ങൾ
ക്ഷേത്രങ്ങളിൽ സഞ്ചരിക്കാനായിരിക്കണം. അങ്ങനെ എല്ലാം കാണാതെ രൂപമെല്ലാം ഭഗവാന്റെ എൻ്റെ കണ്ണിന് അതെല്ലാം ആ രൂപമായിരിക്കണം. ഇതെല്ലാം പറഞ്ഞ ആ സുഗ്രീവനെ ഭഗവാൻ അംഗസംഗം ചെയ്തു, കെട്ടിപ്പുണർന്നു. അപ്പോഴെന്ത് വന്നു? പുണർന്നപ്പോൾ അംഗസംഗം കൊണ്ട് കൽമഷം വേരറ്റുപോയി. സർവപാപവും വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെ തഥാ മായയാ തത്ര മോഹിപ്പിച്ച് തന്നേരം കാര്യസിദ്ധിക്ക് കരുണാ ജലനിധി. അപ്പോൾ അങ്ങനെ മായയ ഇതെല്ലാം മംഗലാത്മാവായ സുഗ്രീവനെ തഥാ മായയ തത്ര മോഹിപ്പിച്ച് തന്നേരം. അതൊക്കെ അങ്ങനെ പിടിച്ച് എല്ലാം ചെയ്തിട്ട് ഈ മായ ആണല്ലോ അത് പെട്ടെന്ന് അതങ്ങ് മാറും. അത് ഭഗവാന്റെ മായ. കാരണം അങ്ങനെ തന്നെ അങ്ങ് നിൽക്കത്തില്ല. കാരണം കാര്യങ്ങൾ പിന്നെ നടക്കണം. ഇനി ഭാര്യയും സുഗ്രീവ യുദ്ധമൊക്കെ വേണം. അവിടെ അങ്ങനെ അങ്ങ് ഇരുന്നാൽ മതിയോ? ഈ ഭഗവാനും സുഗ്രീവനോടെ കെട്ടിപ്പിടിച്ച് ഇരുന്നാൽ മതിയോ? അതുകൊണ്ട് അങ്ങനെ എല്ലാം ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൽമഷം വേരറ്റ് പോയി, സർവ്വതും പോയി. അംഗസംഗം എന്താ? ഭഗവാന്റെ അംഗവും സുഗ്രീവൻ്റെ അംഗത്തോടെ ചേർന്ന് കെട്ടിപ്പിടിച്ച് കുലുകി. സർവ്വദോഷങ്ങളും കൽമഷം പാപം ഇതെല്ലാം പോയി, സന്തോഷമായി. അംഗസംഗം കൊണ്ട് കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെ തഥാ മായയാ തത്ര മോഹിപ്പിച്ചു തന്നേരം അത്രമാത്രം സന്തോഷിപ്പിച്ചു. അതുപോരെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ആയാൽ പോരെ? ഇതും എല്ലാ ഗ്രന്ഥവും നമ്മൾ പഠിക്കണം മക്കളെ. രാമായണവും ഭഗവത്ഗീത ആയാലും എൻ്റെ ഭഗവത്ഗീതയും രാമായണമൊക്കെ ഇപ്പോഴാണ് ഉണ്ടായത്. അനുഭവമൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എനിക്ക് ആരാ പറഞ്ഞു തരുന്നത്? ബൈബിള് ഞാനന്ന് പോയോണ്ട് അതെനിക്കുണ്ട്. അതും ഇതുപോലെ എന്ത് കിട്ടിയാലും അതെല്ലാം അമൃത. നല്ലത് നന്മയെല്ലാം അമൃത് തന്നെയാണ്. ഇതിൽ കൂടെ എല്ലാം കിട്ടുന്ന അമൃത് തന്നെയാണ്. ഈ അമൃത് നമ്മൾ നിറച്ച് എടുക്കുക. അതാണ് ആനന്ദം. അത് ചൈതന്യമാണ്. ഇത് പരിശുദ്ധാത്മാവെന്നും പരമാത്മാവെന്നൊക്കെ പറയുന്നത് എല്ലാം ഏകമാണ്. ഇവിടെ രണ്ടില്ല മക്കളെ, എല്ലാം ഒന്ന് തന്നെയാണ്. ഒന്നിനെ നമ്മൾ നിന്ദിച്ചും കൂടാ. അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നിന്ദിക്കുന്ന പലരും. അത് പാടില്ല. എല്ലാ സമൂഹത്തിൽപ്പെട്ടവർക്കും ഈ നിന്ദയുണ്ട്. അറിവില്ലാത്തവരെ ചെയ്യുമോ? അല്ലാത്തവർ ചെയ്യത്തില്ല. അല്ലാതെ ചെയ്തോ പാവമുണ്ടെന്ന് അവർക്ക് അറിയാം. അറിവില്ലാത്തവർക്ക് എന്ത് പറഞ്ഞാലും അവരെന്തെങ്കിലും കൊണ്ടാടി ചിരിച്ചുകൊണ്ട് നടക്കും. ഒരു പാസ്റ്റർ വന്നേക്കുന്നല്ലേ നമുക്കെന്താ വേണം? ഒത്തിരിയും പാസ്റ്റർമാർ വെറും കള്ളന്മാരാണ്. അതെനിക്ക് തന്നെ അറിയാം. എൻ്റെ ഇവിടെയും വന്നിട്ടുണ്ട് അവരുടെ കൂടെ ചേരാനായിട്ട്. എന്തിനാ? എനിക്ക് അതിനുമ്പേ കിട്ടിക്കഴിഞ്ഞു ഇതെല്ലാം. പിന്നെ ഞാൻ അവരൊന്ന് വിളിച്ചിട്ട് പോകേണ്ട കാര്യം എന്താ? പക്ഷേ എനിക്ക് ഇത് എല്ലാം ഏകമാണെന്ന് എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിലോ ഞാനും ഇതൊക്കെ ഇത്രയും പ്രത്യക്ഷമായി കണ്ടതൊക്കെ ഇല്ലയോ? അപ്പോൾ എനിക്ക് അവിടെ തന്നെ പോകണം. ഇനി അവരോടെ ചേരണം. ഞാനും അങ്ങ് പോയേനെ. അതിനു മുമ്പായിട്ട് എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചെന്താണ്? അള്ളാനെ തേടി നബി അരിശിങ്കൽ വന്ന് നബി അഞ്ചുകൊത്തും ഭല്ലാക്കി ഒഴിച്ചവരെ കുബിറാക്കി. അങ്ങനെ എൻ്റെ അച്ഛൻ സർവ്വ മതത്തിനും ഏകനായി എല്ലാത്തിൽ നിന്നും ഉൾക്കൊള്ളുന്ന ഒരു ഭക്തനായിരുന്നു, ഒരു സന്യാസി. അതുപോലെ തന്നെ കർത്താവിൻ്റെ പാട്ട് അറിഞ്ഞുണ്ടെങ്കിലും എല്ലാം ഒരു യഥാർത്ഥ സന്യാസി എങ്ങനെയാണ്? സർവ്വതും ഉൾക്കൊള്ളും. അവിടെ ഒന്നിനും ഭേദമില്ല, എല്ലാം ഒന്നായി കാണുന്നവർ. അതാണ് സന്യാസം. അങ്ങനെ ഉള്ളവരുടെ മകളായതുകൊണ്ട് എന്നെ ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല. എനിക്ക് നേരെന്താ എന്നറിയാം. എല്ലാം നേര് തന്നെയാണ്. നമ്മൾ നിന്ന് ഈ വീടിട്ടെങ്ങും പോകേണ്ടത്. നമ്മളിവിടെ എന്താണ് പഠിച്ചത് അത് തന്നെ മതി. എല്ലാം പരമാത്മാവാണ്, എല്ലാം ഈശ്വരനാണ്. എങ്ങോട്ട് ചെന്നാലും ഈശ്വരനേ ഉള്ളൂ. പിന്നെ നമ്മൾ എവിടെ പോവാനാ? പ്രവാചകന്മാരെല്ലാം നമുക്ക് നന്മ. നമ്മൾ വേണമെങ്കിൽ പഠിച്ചതൊക്കെ വായിച്ച് നമ്മൾ ഉൾക്കൊള്ളണം. എല്ലാ അറിവും അറിയുന്ന നല്ലതാണ്. സത്ത് ഏതിന്ന് എടുക്കണം. ഒരുപാട് ചെടികൾ, ഒരുപാട് പല സൈസ് പുഷ്പങ്ങളുണ്ട്. പക്ഷേ ഈ പുഷ്പങ്ങളെല്ലാം തേനീച്ചുള്ളത് എന്താ? പുഷ്പം ഏതാണെന്നും അറിയുന്നില്ല. തേൻ കുടിക്കത്തേ ഉള്ളൂ. ബൈബിളിൽ നിന്നും തേൻ കുടിക്കാം, ഭഗവത്ഗീതയിൽ നിന്നും തേൻ എടുക്കാം, രാമായണവും ഭാഗവതവും എന്തിനും തേനുണ്ട്. നമ്മൾ തേൻ എടുക്കുക. അത് എല്ലാത്തിനും ഉണ്ടെങ്കിൽ നമ്മൾ അത് സ്വീകരിക്കുക. അപ്പം നല്ലതല്ലേ? അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഒരു ജാതിയേ ഉള്ളൂ, ഒരു മതമേ ഉള്ളൂ. ഈശ്വരനും ഒരേ ഒരു ഈശ്വരനും. ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ഗുരുദേവൻ തീർത്ത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ. ജാതി ഏതായാലും മനുഷ്യൻ നന്നാവണം. ഞാനും അത് തന്നെയാണ്, അല്ലാതെ വേറൊന്നുമില്ല. അപ്പം നമുക്ക് ഈ ഒരു കുടുംബത്തിൽ നിന്ന് മാറി വേറെ കുടുംബത്തിൽ പോകാം. അതിനെന്താ ഉള്ളത്? എല്ലാം ഏകമല്ലേ? പിന്നെ എന്തിനാ അങ്ങോട്ട് മാറിപ്പോകേണ്ട കാര്യം? നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഏത് ഗ്രന്ഥങ്ങളും വായിക്കുക, അതിൻ്റെ നന്മയെ നമ്മൾ ഉൾക്കൊള്ളുക. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.